നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. മലപ്പുറം ജില്ല വിഭജിച്ച പുതിയ ജില്ല രൂപീകരിക്കണമെന്ന് ഇരുവിഭാഗം സമസ്തകളും ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള ഈ നീക്കത്തോടെ ജില്ലാ വിഭജനം വീണ്ടും ചൂടുള്ള ചർച്ചയാവുകയാണ്. 45 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള മലപ്പുറം ഉൾപ്പെടെയുള്ള വലിയ ജില്ലകളിൽ ഭരണയന്ത്രം കാര്യക്ഷമമായി ചലിപ്പിക്കുന്നതിനും വിഭവങ്ങൾ തുല്യമായി വിതരണം ചെയ്യുന്നതിനും വിഭജനം അത്യാവശ്യമാണ്. ഇതും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജനസംഖ്യയും ഭരണസൗകര്യവും നോക്കി വലിയ ജില്ലകളെ വിഭജിക്കണമെന്നത് ന്യായമായ ആവശ്യവുമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ വിഭജന ആവശ്യം ഉന്നയിക്കുന്നത് മലപ്പുറത്തു നിന്നാണ് എന്നതിനാൽ അതിലെ മറ്റു പല രാഷ്ട്രീയവുമാണ് ഉയർന്നു നിൽക്കുന്നത്. ഔദ്യോഗികമായി BJP വിഭജനത്തെ എതിർക്കുന്നു. മലപ്പുറം ജില്ലാ വിഭജനം ആവശ്യപ്പെട്ടിരുന്ന മുസ്ലിം ലീഗ് ഇപ്പോൾ അതേക്കുറിച്ച് മിണ്ടുന്നില്ല. കോൺഗ്രസും CPM-ഉം ഇതിൽ പരമാവധി അഭിപ്രായം എങ്ങനെ പറയാതിരിക്കാം എന്നതിലാണ് ഗവേഷണം നടത്തുന്നത്. ഇതിൽ അഭിപ്രായം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, എന്തു പറഞ്ഞാലും അത് പൊല്ലാപ്പാകും എന്നത് ഈ പാർട്ടികൾക്കറിയാം. പക്ഷേ എത്ര കാലം ഇവർക്ക് അഭിപ്രായം പറയാതെ മുന്നോട്ട് പോകാൻ കഴിയും? ഈ മലപ്പുറം പോലെയുള്ള ജില്ലകൾ വിഭജിക്കേണ്ടത് ആവശ്യമല്ലേ? ഇക്കാര്യത്തിൽ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. കോഴിക്കോട് നിന്നും ശ്രീ കുഞ്ഞഹമ്മദാണ് ആദ്യ പ്രേക്ഷകനായിരുന്നത്. ശ്രീ കുഞ്ഞഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ മലപ്പുറം പോലെ ഒരു ജില്ല, 45 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള ഒരു ജില്ല, അത് വിഭജിക്കണം എന്നുള്ളൊരാവശ്യം, അതിനോട് യോജിക്കുന്നോ അതോ അത് വിയോജിക്കുന്നു? നമസ്കാരം സാറേ. നമസ്കാരം. എന്റെ പാർട്ടി കാര്യത്തിൽ അത് കേൾക്കലാണ്ട് ഇപ്പം തൽക്കാലം ഒരു അഭിപ്രായം പറയുന്നില്ല. തെരഞ്ഞെടുപ്പ് കാലം എന്തൊക്കെ ഒന്ന് വായിന്ന് പൂണിക്കേണ്ടത് അതൊരു വിനയായി മാറും. ഇപ്പൊ ഈ കാര്യത്തിൽ തൽക്കാലം ഒന്നും പറയുന്നില്ല. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കഴിഞ്ഞാൽ ചർച്ച ചെയ്യാതെ നിലയിലായപ്പോ പാർട്ടി ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല. ആ ഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത്. BJPക്ക് എന്തും പറയും, അവർക്ക് ഉത്തരവാദിത്തമില്ലാത്ത പണിയാണ്. ഈ ഒരു വിഷയത്തിൽ അഭിപ്രായം പറയുന്നത് വോട്ട് മേടിച്ച് അഭിപ്രായം പറയാതിരിക്കേണ്ട കാര്യമുണ്ടോ? അത് വിഭജിക്കണമെങ്കിൽ വിഭജിക്കണം, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട, അത് പറഞ്ഞുകൂടെ? ഇതിപ്പോ നാട്ടിൽ ഞങ്ങൾക്ക് 100 വികസനം ഞാൻ ചെയ്ത കാര്യങ്ങൾ പറയുകയാണ്. അത് വികസനം ചെയ്യാതെ മുമ്പോട്ട് പോകുന്നത്. ചില ചോദ്യങ്ങൾക്ക്, ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ഒളിച്ചോടുമ്പോൾ ഉള്ള ഏറ്റവും നല്ല വഴിയാണ് നമ്മൾ മറ്റു പല കാര്യങ്ങൾക്ക് മറുപടി പറയുക. ഇത് ഒളിച്ചോടലല്ല, ഇത് പാർട്ടി നിലപാടാണ്. ഇപ്പൊ കേൾക്കുക ഈ ഇലക്ഷൻ സമയത്ത് ഇപ്പൊ അഭിപ്രായം പറയുന്നില്ല. ശരി, ഓക്കെ. അതിനെയാണ് ഒളിച്ചോട്ടം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തന്ത്രപരമായി പാർട്ടിക്കാർ പറയും, നാട്ടുകാർ പറയും അതിനെ ഒളിച്ചോട്ടം എന്ന് പറയും. ഒരു വിഷയം ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ അഭിപ്രായം പറയില്ല, ഇപ്പോൾ അഭിപ്രായം പറഞ്ഞാൽ ഞങ്ങൾ വോട്ട് പോകും എന്ന് പേടിച്ച അഭിപ്രായം പറയാതിരിക്കുന്നതിന്. സെക്രട്ടേറിയറ്റ് കൂടണം, സംസ്ഥാന കമ്മിറ്റി കൂടണം, പാർട്ടി. ഇത് ഇപ്പോഴൊന്നും ചർച്ച ചെയ്ത വിഷയങ്ങളല്ലല്ലോ. എത്രയോ മുമ്പ് ശ്രീ കുഞ്ഞഹമ്മദ് പാർട്ടി ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. ഇപ്പോൾ പൊടുന്നനെ ഇന്ന് വന്നതൊന്നും അല്ലല്ലോ ഇത്. അതിപ്പോ അഭിപ്രായം പറയാൻ സർക്കാർ ഞങ്ങൾക്ക് സാധ്യമല്ല. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ ശരത്താണ് ബാലരാമപുരത്തും. ശ്രീ ശരത്ത്, ഈ മലപ്പുറം ജില്ല, അതിൻ്റെ ജനസംഖ്യയിലെ വലിയ വർധനം, ആ ജനസംഖ്യ വെച്ച് ആ ജില്ല മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രായോഗിക പ്രയാസങ്ങൾ, അത് വിഭജിക്കണം എന്നുള്ള ഒരു ആവശ്യം ഔദ്യോഗികമായി വരുന്നു. അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? എനിക്ക് പറയാനുള്ളത് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വടക്കോട്ടുള്ള ജില്ലകളാണ്. അപ്പോ എന്തായാലും വിഭജനം എന്ന് പറയുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം ജില്ലയായിട്ട് തന്നെ പോകുന്നതാണ് നല്ലതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അത് വിഭജിച്ച് അങ്ങനെ മാറ്റേണ്ട ആവശ്യമുള്ള എനിക്ക് തോന്നുന്നില്ല. 14 ജില്ലകളാണല്ലോ പറയുന്നത്. അപ്പൊ പിന്നെ മലപ്പുറം ജില്ലയായിട്ട് തന്നെ നിൽക്കട്ടെ എന്നാണ് എന്റെ ഒരു അഭിപ്രായം. പക്ഷേ ഈ മറ്റ് പല ജില്ലകളുടെയും ജനസംഖ്യയുടെ ഇരട്ടിയും 2 ഇരട്ടിയും 4 ഇരട്ടിയും ഒക്കെയാണ് മലപ്പുറത്തെ ജനസംഖ്യ. അപ്പൊ അങ്ങനെ വരപ്പോഴും നമ്മള് ഒരു വിഭജനമായിട്ട് അങ്ങനെ വരത്തില്ലേ? ഇപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാ ജില്ലകളിലും ഓരോ സ്ഥലങ്ങള് പിന്നീട് ഓരോ പ്രകാരം വിഭജിക്കേണ്ടി വരില്ല. അല്ല, എല്ലാ ജില്ലകളും ചെറിയ ജില്ലകൾ വിഭജിക്കേണ്ട കാര്യമല്ലോ. വലിയ ജില്ലകൾക്ക് വേണമെങ്കിൽ വിഭജനം ആയിക്കൂടെ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. എന്റെ അഭിപ്രായത്തില്, എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ അങ്ങനെ ഒരു വിഭജനത്തിനോട് എനിക്ക് താല്പര്യമില്ല. എല്ലാവരും ഒരേ സന്തോഷത്തോടെ പോകുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ശരി, അപ്പോൾ ഈ കൊല്ലവും ആലപ്പുഴയും തമ്മിൽ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ആലപ്പുഴയും വിഭജിച്ചതുകൊണ്ട് വേറെ എന്തെങ്കിലും സന്തോഷക്കുറവൊന്നുമില്ലല്ലോ? ശരി, ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്ന്. ശ്രീ പ്രദീപ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ ഭരണ സൗകര്യം, അത്തരം വിഭവങ്ങളെ കൃത്യമായി എല്ലാ സ്ഥലത്തും എത്തിക്കുക, അങ്ങനെ മറ്റ് സൗകര്യങ്ങൾ, ഇപ്പോൾ ജില്ലാ ആശുപത്രികളായാലും ജില്ലയിലെ മറ്റ് സൗകര്യങ്ങളായാലും, ഇതെല്ലാം വേണ്ടി ജില്ല വിഭജിക്കണം, മലപ്പുറം ജില്ല വിഭജിക്കണം എന്നുള്ള ആവശ്യം വരുന്നു. അതിനോട് എങ്ങനെയാണ് താങ്കൾ പ്രതികരിക്കുന്നത്? ഇത് കുറെ നാളെയല്ലോ തുടങ്ങിയിട്ട്. ഇത് ഗുണം ലീഗിനാ, വേറൊന്നുമില്ല. ലീഗിന് 10 MLA കൂടുതൽ കിട്ടും. അപ്പൊ കേരളം ഭരിക്കാൻ പറ്റും. അത് തന്നെ തട്ടപ്പ്.
ഒരു 10 കൊല്ലത്തിൽ അവരായിരിക്കും മുഖ്യമന്ത്രി. വേറെ കുഴപ്പമൊന്നുമില്ല, അവർ തന്നെ ആയിരിക്കും. അല്ല, ലീഗിൽ നിന്ന് ആരെങ്കിലും മുഖ്യമന്ത്രി ആയാൽ അതെന്തെങ്കിലും ഒരു വലിയ കുഴപ്പം ആണോ കേരളത്തിൽ? കുഴപ്പമൊന്നുമില്ല, ഞാൻ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞില്ല. അവർക്ക് ഗുണം കൂടുതൽ കിട്ടുള്ളൂ മാത്രം. അതെന്താ മറ്റുള്ളവർക്ക് ഗുണം കിട്ടാത്തത്? MLA-മാരായ ഗുണം അവർക്ക് കിട്ടുള്ളൂ, വേറെ ആർക്കും കിട്ടുമോ? താങ്കൾ തീരുമാനിച്ച എല്ലാ കാലവും മലപ്പുറം ജില്ല, ഇനി ആ ജില്ല എങ്ങനെ വിഭജിച്ചാൽ അവിടെ എല്ലാം ലീഗ് മാത്രമേ ജയിക്കൂ എന്നാണോ താങ്കളുടെ ഒരു കണക്കൂട്ടൽ? ഇന്ന് വരെ അതല്ലേ ഉള്ളൂ. ഇന്നുവരെ അങ്ങനെയൊന്നുമല്ല. അവിടെ ലീഗ് അടപടലം വീണുപോയ തെരഞ്ഞെടുപ്പുകളൊക്കെ 2006 തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ടല്ലോ. കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള വലിയ നേതാക്കളടക്കം പരാജയപ്പെട്ടു പോയ തെരഞ്ഞെടുപ്പില്ലേ? ഗുണവർക്കം ഉണ്ടാവുള്ളൂ. കാരണം ലീഗ് ഒരു പാർട്ടിയാണ്. ജനങ്ങൾക്ക് ഗുണം ഉണ്ടാവില്ലേ? ഒരു ജാതിയായിട്ടല്ല പറഞ്ഞത്, ഒരു പാർട്ടിയായിട്ട് പറഞ്ഞത്. അവർക്ക് ഗുണം കൂടുതൽ കിട്ടുള്ളൂ. അവർക്കാണ് MLA-മാരെ കൂടുതൽ കിട്ടും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേറെ MLA-മാരെ കൂടുന്നത് ജില്ലകൾ നോക്കിയല്ലോ, അത് നിയമസഭാ മണ്ഡലങ്ങൾ മാറുന്നില്ല എന്നുള്ളത്. നിയമസഭാ പുനഃസംഘടനയിൽ അങ്ങനെയൊക്കെ നോക്കിയാൽ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ അങ്ങനെ പുനഃസംഘടന നടത്താൻ വേണ്ടിയുള്ള നീക്കമൊക്കെ നടത്തുമ്പോൾ UP-യിലൊക്കെ വല്ലാതെ ലോക്സഭയിലെ എണ്ണം കൂടുകയും കേരളമൊക്കെ കുറയുകയും ചെയ്യുന്ന അവസ്ഥയൊക്കെ പറഞ്ഞാണല്ലോ നേരത്തെ. അപ്പോഴും അതിനോട് ഈ അഭിപ്രായം തന്നെ ആയിരുന്നോ? എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഒരാളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ സന്തോഷാണ് കാസർഗോഡ്. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? ഞാൻ ഈ ജില്ല വിഭജിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. കാരണം ആ ജില്ല വിഭജിച്ചു കഴിഞ്ഞാൽ ആ ജില്ലയിലുള്ള ജനങ്ങൾക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും എല്ലാവരുടെ അടുത്തും ഒരു കണ്ണെത്തണമെങ്കിൽ ഇപ്പൊ 10-45 ലക്ഷം ആൾക്കാരുണ്ട് അവിടെ. ഒരു ജില്ലാ ഹോസ്പിറ്റലായാലും ഏത് ഇത് വരണമെങ്കിലും 2 ജില്ലയായിട്ട് മാറണം. 45 ലക്ഷം ജനങ്ങളെയൊന്നും ഒരു ജില്ലയിൽ ഉൾക്കൊണ്ട് പോകാൻ കഴിയില്ല. ഇതിന് 2 ജില്ലയായി വിഭജിച്ചു കഴിഞ്ഞാൽ ഇത് കർണാടകത്തിന് കൊടുക്കുന്നൊന്നുമില്ലോ വേറെ ആളായിട്ട് മാറാനൊന്നും. പേര് പറയുന്നത് ജില്ല വിഭജിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. എന്തുകൊണ്ടാണ് ശരിയാവാത്തത്? ഉത്തർപ്രദേശും അതൊക്കെ തെലങ്കാനൊക്കെ വിഭജിച്ചിട്ടല്ലേ മാറിയത്? അത് സ്റ്റേറ്റ് തന്നെ ആക്കി മാറ്റില്ലേ? അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളെ കേരളത്തിൽ നിന്ന് ആ ജില്ല മാറിപ്പോകുന്നൊന്നുമില്ല. പിന്നെ MLA-മാർ എങ്ങനെയാണ് കൂടുതൽ കേട്ടത്? ജനസംഖ്യാടിസ്ഥാനത്തിലല്ലേ ഒരു മണ്ഡലങ്ങൾ ഇതാവുന്നത്. അല്ലാതെ പിന്നെ 2 ജില്ല വന്നു പറഞ്ഞാൽ അവിടെ 19-20 പ്രദീപിന്റെ പൊതുവെ ഒരു ഈ അവിടെ അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയം വെച്ച് കിരൺ സാർ, രാഷ്ട്രീയമല്ല നോക്കേണ്ടത്, ജനങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളല്ലേ നോക്കേണ്ടത്. ജനങ്ങൾ ഇപ്പം മലപ്പുറമല്ല, ഇപ്പം പിന്നെ കണ്ണൂർ ജില്ലയിലാണ് ജനസംഖ്യ കൂടുതൽ. ഇപ്പോൾ 50 ലക്ഷം 45 ലക്ഷം ജനങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കും. അവിടെ വിഭജിക്കണം പറയില്ലേ? അപ്പം ജനങ്ങളുടെ ഇടയിലേക്ക് ആനുകൂല്യങ്ങളും കാര്യങ്ങളും എത്തുക, ജില്ലാ ഹോസ്പിറ്റൽ പോലെയുള്ള മെഡിക്കൽ കോളേജുകളിലൊക്കെ വരണമെങ്കിൽ ഈ ഒറ്റ ജില്ലയ്ക്ക് 2 മെഡിക്കൽ കോളേജൊന്നും എവിടെയും കൊടുക്കൂല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ 45 ലക്ഷം ജനങ്ങളെയും ഒരു ജില്ലാ ഹോസ്പിറ്റലിൽ ഉൾക്കൊണ്ട് നടക്കുമോ? ഒരു മെഡിക്കൽ കോളേജിൽ ഉൾക്കൊണ്ട് നടക്കൂല. അപ്പൊ ജനങ്ങളുടെ അടുത്തേക്ക് സർക്കാരിന്റെ ഒരു ഇത് വരണമെങ്കിൽ ഈ ജില്ല വിഭജിച്ച് തന്നെ വേണം. 45 ലക്ഷം ജനങ്ങളുള്ള ഏത് ജില്ലയുണ്ട്? ഈ 30 ലക്ഷം ജനങ്ങളുള്ള ഏത് ജില്ലയുണ്ട്? അല്ല, 45 ലക്ഷം ജനങ്ങളുള്ള ജില്ല എന്ന് 30 ലക്ഷം ഉള്ളത് തൃശ്ശൂരും കോഴിക്കോടും ഒക്കെയാണ്. 30 ലക്ഷം പാലക്കാടും ഏകദേശം ആ കണക്കിലൊക്കെ ഇപ്പോൾ എത്തിക്കാണും. എന്തായാലും ബാക്കി എന്തായാലും അത് 30-45 തമ്മിലുള്ള വ്യത്യാസം വലിയ വ്യത്യാസമാണ്. ഏകദേശം പകുതിയോളം ജനങ്ങൾ കൂടി അധികമാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കാണ്. അതാ പറഞ്ഞത്. ഇപ്പൊ തൃശ്ശൂർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, തൃശ്ശൂർ ജില്ലക്ക് മലപ്പുറം ജില്ലയിനെക്കാട്ടിലും വികസനങ്ങൾ കൂടുതലും ഹോസ്പിറ്റാലിറ്റി അടുത്തുള്ള. വളരെ വ്യക്തമാണ്. ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത്. ശ്രീ മഹി, താങ്കളുടെ അഭിപ്രായം എന്താണ്? നമസ്കാരം സാറേ. ഇത് മലപ്പുറം ഒരു 65 മലപ്പുറം ജില്ലയിൽ 67 EMS മുഖ്യമന്ത്രിയായപ്പോഴാണ് അവർക്ക് ഒരു മലപ്പുറം ജില്ലയൊക്കെ കൊടുത്ത്. അന്ന് ഈ കോൺഗ്രസ് ആണ് എന്തെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ചീത്തൊളിച്ചുകൊണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് മുസ്ലിങ്ങളെ വിരോധമില്ല. ഒരു ജില്ല ഇവിടെ 15 ജില്ല വന്നാലും കുഴപ്പമില്ല. അത്രയേ ഉള്ളൂ. പക്ഷെ പാർട്ടി ഇപ്പോൾ അങ്ങനെ അഭിപ്രായം പറയുന്നില്ലല്ലോ. അല്ല, അത് പറയും. പാർട്ടിക്ക് വേണ്ടി സത്യസന്ധമായ കാര്യങ്ങൾ പറയും. ശ്രീ മഹിയ, ഇതുവരെ അഭിപ്രായം ഈ വിഷയത്തിൽ ചർച്ച വരുമ്പോഴൊന്നും CPM അങ്ങനെ ഇപ്പോൾ നിലപാടൊന്നും പറയുന്നില്ല. നിലപാട് പറയാതെ മിണ്ടാതിരിക്കുകയാണ്. എന്താണ് കാര്യം? അത് എന്തായാലും ഇപ്പൊ ചാടിക്കാർ പറയേണ്ട ആവശ്യമില്ല. അത് പറയാൻ പറയും. അല്ല, ഇത് പലതവണ ചർച്ചയ്ക്ക് വന്നെങ്കിൽ അവിടെ ഒന്നും പറയാതിരിക്കുന്നു. അതുകൊണ്ടാണ് ചോദിച്ചത്. ഒരു ഘട്ടത്തിൽ ജില്ലാ വിഭജന നീക്കത്തെ എതിർക്കുകയും ചെയ്തു. അത് തീരുമാനമാണിപ്പം പറയും. ഗവൺമെന്റ് തീരുമാനം എടുക്കും. ജില്ലയുടെ അഗ്രാമം പറയും. ശരി ശരി. ശ്രീ ഹരിലാലാണ്, ഇടുക്കിയിൽ നിന്നാണ്. ശ്രീ ഹരിലാൽ, താങ്കൾ എങ്ങനെയാണ് ഈ മലപ്പുറം ജില്ല വിഭജിക്കണം എന്നുള്ള ആവശ്യം? ഇപ്പോൾ അത് പ്രധാനമായി വരുന്നത് സമസ്തയുടെ 2 വിഭാഗം സംസ്ഥകളുടെയും സമ്മേളനത്തിന്റെ ഭാഗമായി ഇങ്ങനെ ഒരു ആവശ്യം ഔദ്യോഗികമായി വരുന്നു. നേരത്തെയൊക്കെ ചർച്ചയായിരുന്നു, ഇപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ്. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ?
അല്ല, മലപ്പുറം ജില്ല വിഭജിക്കുന്നതിനോട് എതിർപ്പൊന്നുമില്ല. കാരണം ജനസംഖ്യയുടെ പരിമിതി കടന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ പരിധി കഴിഞ്ഞു കഴിയുമ്പോൾ ജില്ല വികസിപ്പിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് കൂടുതൽ സേവനങ്ങൾ കിട്ടുന്നതിന് വേണ്ടി വിഭജിക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ ഈ ജനസംഖ്യാ അനുപാതം മാത്രമായിട്ട് ഇതിനെ കണക്കിലെടുക്കുന്നതിനോട് എതിർപ്പുണ്ട്. ഒന്നാമതായിട്ട് കാരണം ഭൂവിസ്തൃതിയുടെ കാര്യത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ, ഇടുക്കി ജില്ലയുടെ വികസനം വളരെ മോശമായി കിടക്കുന്നതിന്റെ കാരണം ഈ ഭൂവിസ്തൃതിയുടെ വലിയ ഇതുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് ആശുപത്രി സൗകര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും എത്തിച്ചേരാൻ പറ്റുന്ന വലിയ ഒരു ജില്ല. അതുപോലുള്ള ഈ ജനസംഖ്യാടിസ്ഥാനം മാത്രമായിട്ട് ഇതിനെ മാറ്റുന്നത് തെറ്റാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ മതസംഘടനകൾ ഇത് ആവശ്യപ്പെടുന്നത് യോജിക്കാൻ കഴിയില്ല. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട, അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ അതനുസരിച്ചുള്ള MLA അടക്കമുള്ള ജനപ്രതിനിധികളും അടക്കമുള്ള ആളുകളുടെ ഭാഗത്തു നിന്നാണ് ഈ ആവശ്യം ഉന്നയിക്കപ്പെടുന്നതെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. പക്ഷേ മതസംഘടനകൾ മാത്രം ആവശ്യപ്പെടുന്നതുകൊണ്ടാണ് ഈ സമൂഹത്തിൽ എതിർപ്പ് വരുന്നതെന്നാണ് എന്റെ കണക്കൂട്ടൽ. കാരണം ആവശ്യപ്പെടുന്ന സമസ്ത അടക്കമുള്ള ആളുകൾ ആവശ്യപ്പെടുമ്പോൾ മറ്റുള്ള മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ഇതൊരു എന്താ പറയുക, മതപരമായ വിഭജനം പോലെ തോന്നിക്കും. ആനുകൂല്യങ്ങൾ കൂടുതൽ ഒരു മതവിഭാഗത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും. അതാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ പ്രസന്നാണ് മാളയിൽ നിന്നും. ശ്രീ പ്രസന്നൻ, താങ്കൾ ഈ മലപ്പുറം ജില്ല വിഭജിക്കണം എന്നുള്ള ആവശ്യത്തോട് യോജിക്കുന്നുണ്ടോ? നമസ്കാരം സാർ. നമസ്കാരം. ഈ വിഷയം നമുക്ക് മലപ്പുറം ജില്ല, അതായത് ജനത്തിന്റെ പ്രാതിനിധ്യം അനുസരിച്ച് വികസിപ്പിക്കുന്നതിൽ, രണ്ടാക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എന്റെ അഭിപ്രായം. നമ്മുടെ നാട്ടിലെ വികസനങ്ങൾ എല്ലാ മേഖലകളിലും എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അപ്പൊ രണ്ടായിട്ട് തിരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അതൊരു മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമല്ലേ അത് നമുക്ക് സാധിക്കുള്ളൂ. അപ്പൊ അത് ഏതെല്ലാം മാനദണ്ഡങ്ങളാണ് പാലിക്കുന്നത് എന്നുള്ളത് പ്രധാന വിഷയമാണ്. പിന്നെ മതേ പാർട്ടികൾ ഇത്തരം കാര്യങ്ങളിൽ സ്വാഭാവികമായിട്ടും അവരുടെ ശബ്ദം അവർ ഉയർത്തുന്നത് സ്വാഭാവികമാണ്. അവരതിന് കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ ജനവിഭാഗങ്ങൾ അധികമായിട്ട് താമസിക്കുന്ന മേഖലകളിൽ അവരുടെ ജനങ്ങൾക്ക് കിട്ടേണ്ട അംഗീകാരവും എന്താ പറയാ ഈ അധികാരങ്ങളും കിട്ടേണ്ടത് അവരുടെ ഒരു സ്വാഭാവികമായ ഒരു ആവശ്യമാണ്. പക്ഷെ ഇപ്പൊ തന്നെ അവർക്ക് സ്വാഭാവികമായിട്ടും അത്ര മോശമല്ലാത്ത ഭരണത്തിലൊക്കെ നല്ല പങ്കാളിത്തവും ഒക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ 50 വർഷത്തിനിടയ്ക്ക് കിട്ടിയിട്ടുണ്ട് പല കാര്യങ്ങളിലും. അത്ര മോശമല്ല. പിന്നെ അവരുടെ ആവശ്യം തള്ളിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ പതുക്കെ അവരുടെ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ പതുക്കെ എന്താ പറയുക നിലപാടുകൾ, ഈ അംഗീകരിക്കുന്ന മാനദണ്ഡങ്ങളുണ്ടല്ലോ, ഈ ജനസംഖ്യ, വിദ്യാഭ്യാസമായിട്ട് പിന്നോട്ടുള്ള ഇതുകൾ, അതുപോലെ തന്നെ റോഡ് ഗതാഗതം. ശ്രീ സന്തോഷാണ് വെള്ളരിക്കുണ്ടിൽ നിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് പറയുന്നത്? ഇതിപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ശാസ്ത്രീയ വശത്തിനപ്പുറത്തേക്ക് അതിൻ്റെ രാഷ്ട്രീയവും മതപരമായ വിഷയങ്ങളൊക്കെയാണ് വിവാദമാവുന്നത്. താങ്കൾക്ക് ഇതിൽ എന്ത് അഭിപ്രായമാണുള്ളത്? എനിക്ക് തോന്നുന്നത് 1969 ജൂൺ 16 മലപ്പുറം ജില്ല രൂപീകരിച്ചത്. ഇപ്പൊ നിലവില് 1984 മെയ് 24 രൂപീകരിച്ച കാസർഗോഡ് ജില്ലക്ക് യാതൊരു ഗുണവും ഇല്ല. അപ്പോൾ ഇനിയിപ്പോ പുതിയ ഒരു ജില്ല കൂടെ വരുമ്പോൾ 15 ജില്ലയാവും. അപ്പൊ മുസ്ലിം ഭൂരിപക്ഷമുള്ള ജില്ലയാണ്. അപ്പൊ അത് വിഭജിച്ചാൽ തന്നെ അത് 15 ജില്ലയാകും എന്നല്ലാതെ വലിയ ഗുണമുണ്ടെന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. കാരണം ഇത് മതപരമായ എന്തോ ഒരു സംഭവം ഇതിൽ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം ഈ കാര്യത്തിൽ. അത്രേ എനിക്ക് പറയുവാനുള്ളൂ. അത് എന്താണ് അങ്ങനെ തോന്നാനുള്ള കാരണം? തോന്നാന്ന് പറഞ്ഞാൽ ഒരു 45 ലക്ഷത്തോളം മുസ്ലിങ്ങളാണ് പിന്നെ മലപ്പുറം ജില്ലയിൽ ഉള്ളത്. അത് വിഭജിച്ചാലും വലിയ മാറ്റമൊന്നും വരില്ല. അപ്പൊ 2 ജില്ല വന്നാൽ തന്നെ അതിൽ മുസ്ലിംസ് ഭൂരിപക്ഷമുള്ള ജില്ലകളായി തന്നെ നിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പോൾ എങ്ങനെ വേണമെങ്കിലും വിഭജിക്കാമല്ലോ. മറ്റേ ഒരു ജില്ല വിഭജിക്കുമ്പോൾ ആ ജില്ല ബാക്കി രണ്ടാക്കുമല്ലോ. അടുത്ത ജില്ലകളുടെ ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്തൊക്കെ അല്ലേ വിഭജിക്കുന്നത്. അങ്ങനെയൊക്കെ ആയിക്കൂടെ? അല്ലാതെ ഇനി അവിടെ 2 ഭാഗത്തും മുസ്ലിം ജനസംഖ്യ കൂടിയത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. കാരണം എന്താണ് അങ്ങനെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഹിന്ദു ജനസംഖ്യ കൂടി നിൽക്കുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇപ്പൊ നിലവില് കാസർഗോഡ് ജില്ല ഇപ്പോ 1984 രൂപീകരിച്ചു. അതിന് യാതൊരു വികസനവും ഇല്ല. അല്ല, അത് വേറെ കാര്യം. താങ്കള് അവിടെ മുസ്ലിം കൂടിയാലോ ഹിന്ദു കൂടിയാലോ ക്രിസ്ത്യാനി കൂടിയാലോ എന്താണ് നാട്ടുകാർക്ക് എന്താണ് കുഴപ്പം? അല്ല, അത് പിന്നീട് അത് കാലം കഴിയുമ്പോൾ അതൊക്കെ പ്രശ്നങ്ങൾ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് മതപരമായ എന്തോ ഒരു കാര്യം ഉണ്ടെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്, എന്റെ വിശ്വാസം. അഭിപ്രായം അങ്ങനെ. എന്തായാലും സന്തോഷമാണ്. വെള്ളരിക്കുണ്ടിൽ നിന്നും ശ്രീ അജയകുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും. ശ്രീ അജയകുമാർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശ്രീക്കിരൺ, എനിക്കൊരു സുഖമില്ലാതിരിക്കുക. അപ്പൊ ചില സ്റ്റാറ്റിസ്റ്റിക്സ് എന്തെങ്കിലും എനിക്കത് വായിക്കാൻ പറ്റാതെ വരും. ഞാൻ കാറ്ററാക്ടിന്റെ ഒരു ഓപ്പറേഷൻ കണ്ടിരിക്കുകയാണ്. അപ്പം
ചില കാര്യങ്ങളിലേക്ക് വരാം. അതായത് ഇപ്പൊ തന്നെ ഇനിയും വരാനിരിക്കുന്ന സെൻസസിന് ശേഷം ഇന്ത്യയിൽ 700-ൽ കൂടുതൽ MP-മാർ ഉണ്ടായിരിക്കും എന്നാണ് ഒരു കണക്കുകൾ പറയുന്നത്. അത് ഏകദേശം വിശ്വസനീയവുമാണ്. ഈ 700-ൽ പരം MP-മാർ വരുമ്പോൾ ഇപ്പൊ നിലവിൽ 543 ഇത് ഏറ്റവും കൂടുതൽ വരാൻ പോകുന്ന വടക്കേ ഇന്ത്യയിൽ നിന്നാണ്. തെക്കേ ഇന്ത്യയിൽ ആനുപാതികമായിട്ട് കുറയും, ജനസംഖ്യ കുറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു സ്റ്റഡീസിൽ തന്നെ പറയുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും എല്ലാം നിലവിലെ MP-മാർ വേണ്ടി വന്നാൽ കുറയും. ഇപ്പൊ നമ്മൾ 20 ഉണ്ട്, 20 എന്നുള്ള ചിലപ്പോൾ 16 ആകാൻ സാധ്യതയുണ്ട്. പക്ഷേ നിലവിലുള്ളത് കുറയ്ക്കുന്നില്ല എന്നും ഒരു അഭിപ്രായം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഓവറാൾ കേരളത്തിന്റെ ജനസംഖ്യ താഴോട്ടാണ്. പക്ഷേ മലപ്പുറം എന്ന് പറയുന്ന ആ ജില്ലയിൽ ജനസംഖ്യ മുകളിലുമാണ്. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ജനസംഖ്യ ഒരുപാട് കൂടുതൽ നിൽക്കുമ്പോൾ ജനങ്ങളിലേക്ക് ഭരണപരമായ കാര്യങ്ങൾ എത്താൻ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ളത് നിസ്സംശയം തന്നെയാണ്. അത് അങ്ങനെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ ജില്ല വിഭജിക്കേണ്ടി വരും. ജില്ല വിഭജിക്കുകയാണോ അതോ ജില്ലയിലെ ഏതെങ്കിലും ഭാഗങ്ങൾ മറ്റുള്ള ജില്ലയുമായിട്ട് ചേർത്ത് വിടുകയാണോ ചെയ്യേണ്ടതെന്നുള്ളതാണ് സ്റ്റഡി ചെയ്യേണ്ടത്. കാരണം ഇനിയൊരു ജില്ലയൂടെ ഉണ്ടാക്കി ആൾറെഡി നമ്മുടെ ജനസംഖ്യ താഴെ നിൽക്കുമ്പോൾ ഒരു പ്രദേശത്ത് മാത്രം ജനസംഖ്യ കൂടി വരുന്നതുകൊണ്ട് ഒരു ജില്ലയുടെ നമ്മളവിടെ സൃഷ്ടിച്ച് ഭരണപരമായ ഒരുപാട് പണവും ധനവും ഒക്കെ മുടക്കി എത്ര കണ്ട് ശ്രീ അജയകുമാർ, ഒരു ചെറിയ വിഷയം, 45 ലക്ഷത്തോളം വരും ജനസംഖ്യ എന്നാണ് പറയുന്നത് ഇപ്പോൾ അവിടെ. കേരളത്തിലെ രണ്ടാമത് നിൽക്കുന്ന ജില്ലയുടെ ജനസംഖ്യ ഏകദേശം 31 അല്ലെങ്കിൽ ഇപ്പോൾ ഈ 2021 കണക്കാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിനുശേഷമുള്ള കണക്കൊക്കെ വെച്ച് നോക്കിയാലും തിരുവനന്തപുരത്തിന് ഏകദേശം 33 അല്ലെങ്കിൽ 34 കൂടിക്കൂ. അപ്പോൾ അങ്ങനെ വന്നാൽ പോലും ഏകദേശം 10-15 ലക്ഷത്തോളം ജനങ്ങൾ അധികം വസിക്കുന്ന ഒരു ജില്ല. മറ്റു ജില്ലകളെല്ലാം 30 ലക്ഷത്തിൽ താഴെയുള്ള ജില്ലകളാണ്. അപ്പോൾ അവർക്ക് ഒരു ജില്ലയുടെ സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു ആശുപത്രി, ജില്ലാ ആശുപത്രി, അതൊന്നല്ലേ കാണും. അപ്പോൾ ആ സൗകര്യങ്ങളിലേക്ക് അങ്ങനെയുള്ള ഓരോ വിഷയത്തിനും പോകുമ്പോൾ അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ കിട്ടാൻ ജില്ലകൾ കൂടുതൽ വരുന്നതല്ലേ നല്ലത്? ജില്ലകൾ കൂടുതൽ വരുന്നതിനേക്കാൾ നല്ലത് ആ ജില്ലയിലെ കുറെ ഭാഗങ്ങൾ അടുത്തുള്ള ജില്ലയായിട്ട് യോജിപ്പിച്ചു വിടുകയല്ലേ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ പക്ഷെ തൊട്ടടുത്തുള്ള ജില്ലകൾ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ജില്ലകളാണ്. അല്ല, അതായിരിക്കും നല്ലത്. കാരണം കേരളത്തിൽ ആൾറെഡി നമ്മുടെ ജനസംഖ്യ കുറയുകയാണ്. ഏതെങ്കിലും ഒരു മേഖലയിൽ കൂടിയെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ആൾറെഡി നമ്മുടെ ജനസംഖ്യ കുറവാണ്. ഞാൻ പറഞ്ഞില്ലേ 16 MP-മാരിലേക്ക് പോകും. ശ്രീ അങ്ങനെ മറ്റു ജില്ലകളുമായി യോജിപ്പിച്ച് വേണം പരിഹരിക്കുക എന്നുള്ള ഒരു നിർദ്ദേശം അദ്ദേഹം വെക്കുന്നു. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ, താങ്കൾ കുറച്ചു കാലമായല്ലോ കണ്ടിട്ട്, എന്ത് പറ്റി? ഞാന് കുറച്ച് കറങ്ങുമായിരുന്നു. തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്കര പോയി. എന്ത് പറ്റി? നെയ്യാറ്റിങ്കര അവിടെ ഇങ്ങോട്ട് വന്നോ? തിരുവനന്തപുരത്തോട്ട് വന്നോ? കണ്ണൂരിൽ ഗോപസ്വാമിന്റെ സമാധിസ്ഥാനം സന്ദർശിക്കാൻ പോയതാ. ഗോവൻ സ്വാമിയുടെ സമാധിസ്ഥാനം സന്ദർശിക്കാൻ പോയതാണ്. എന്നിട്ട് സന്ദർശിച്ചിട്ട് അവിടെ ഷെഡ് കെട്ടാൻ തുടങ്ങിയിട്ടേ ഒന്നും പരിപാടി തുടങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ക്ലിഫ് ഹൗസ് പോയി. ആ 45 ലക്ഷത്തിലെ കായത്തോത്ത് കാണാൻ വേണ്ടിട്ട്. ശരി, ഓക്കെ. അത് കാണാൻ പറ്റിയില്ല. ഞാൻ അവസാനം അവരോട് പറഞ്ഞു, നിങ്ങൾ ആ 3,72,000 ആ ചാണകക്കുഴിയും കാണിക്കുന്നുണ്ട്, അതും കണ്ടില്ല. അങ്ങനെ തിരിച്ചു പോയി. ശരി, വിഷയത്തിലേക്ക് കിടക്കാം. മലപ്പുറം ജില്ല നൂറ്റിക്കണക്കിന് അഭിപ്രായക്കാരനെയാണ്. കാര്യം 16 അസംബ്ലി സീറ്റുണ്ട് മലപ്പുറം ജില്ലയിൽ. നമ്മൾ ഈ മുസ്ലിങ്ങളെ കുറെ കൂടുതൽ മക്കളെ ഉണ്ടാക്കുന്നത് നമ്മൾ പിന്നെ അസൂയപ്പെട്ട് കാര്യമില്ലാന്ന്. നിങ്ങൾ ഓരോരുത്തർക്കും പറ്റുന്ന മക്കളെ ഉണ്ടാക്കി, അവർ 5, 8, 10 ഉണ്ടാക്കി. അല്ല, അത് മുസ്ലിം എന്നോ ക്രിസ്ത്യാനിന്നോ ഹിന്ദു എന്ന് പറയുന്നത് ആരായാലും അങ്ങനെ കുട്ടികളുടെ എണ്ണം കൂട്ടുന്ന അത്ര നല്ലതല്ല. രാജ്യത്തിന്റെ പൊതുവികസനത്തിന് അങ്ങനെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കുടുംബത്തിന്റെ വികസനത്തിന് എല്ലാ കാര്യത്തിനും പറഞ്ഞിട്ട് കാര്യമില്ല. അവരങ്ങനെ ചെയ്യുമ്പോൾ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ നിങ്ങളെ കാര്യം ഇപ്പൊ ചൈനയില് ഒരാൾക്കൊരു കുട്ടിയെ പാടും നിയമം പാസാക്കി. അപ്പൊ ഇന്ത്യ ഇതൊക്കെ നിയമത്തിലൂടെ നിയന്ത്രിക്കേണ്ടതല്ല. പക്ഷെ രാജ്യത്തിന്റെ ഒരു പൊതു താല്പര്യം എന്ന് പറയുന്നത് എപ്പോഴും കുട്ടികളുടെ എണ്ണം കുറവായിരിക്കുക എന്നത് തന്നെയാണ്. കുട്ടികളുടെ എണ്ണം കൂടുതലായി കഴിഞ്ഞാൽ നമ്മളെ പോലെ രാജ്യത്തിന് അത് താങ്ങാൻ പ്രയാസമാണ്. അത് ഏത് മതമായാലും. അതുകൊണ്ട് മത്സരിച്ച എല്ലാ മതക്കാരും ഇപ്പോൾ ഈ എല്ലാ ഇത്തരം മതത്തിന്റെ ശക്തികളും പറയുന്നത് ഇതാണ്, അവർക്ക് കൂടുതലുണ്ടാവുകൊണ്ട് നമ്മളും കുട്ടികൾ കൂടട്ടെ 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 എന്ന് പറയും. ഈ പറയുന്നവർക്ക് കൂടട്ടെ എന്ന് പറഞ്ഞാൽ മതി. കുട്ടികളെ വളർത്തേണ്ടതും എല്ലാം ആ അച്ഛൻ്റെ അമ്മയുടെ ഉത്തരവാദിത്തമാണ്. അവരുടെ സമയം വേണം, സാമ്പത്തികം വേണം, മറ്റു പല പല കാര്യങ്ങളുണ്ട്. കുട്ടികൾക്ക് നല്ല രീതിയിൽ വളരണമെങ്കിൽ കൂടുതൽ കുട്ടികളെ അങ്ങനെ വളർത്താൻ എല്ലാവർക്കും ഒന്നും കഴിയില്ല. അപ്പോൾ അതൊരിക്കലും നല്ല ഒരു പ്രവണതയല്ല. അല്ല, ഇപ്പൊ എല്ലാ ആൾക്കാരും പറയുന്നത് മലപ്പുറം ജില്ലയെ പറ്റി പറയുന്ന പ്രത്യേകത, ഞാൻ എന്റെ നാട്ടില് 14 മക്കളുള്ള ഒരു അച്ഛനും അമ്മയുണ്ട്. അങ്ങനെ ഞാൻ ചോദിക്കലുണ്ട്, KL 14, കാസർഗോഡ് തിരുവനന്തപുരം വരെ KL 14 മക്കള് ഉള്ള അച്ഛനും അമ്മയും എനിക്കറിയുന്നുണ്ട്. ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട് 14 പേരുണ്ട്. ഈ വിദ്വാന് ഇതിന് മുമ്പ് കല്യാണം കഴിച്ച 4 മക്കൾ വേറെയുണ്ട്. ഇയാൾക്ക് ഇപ്പൊ 65 വയസ്സേ ഉള്ളൂ. 18 മക്കൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് അയാള്. അപ്പൊ ഞാൻ നിയമം മൂലം നിരോധിക്കണമെന്നേ. ഈ സന്താന ഉത്പാദനം എന്ന് വെച്ചാൽ ഒരാൾക്ക് 2 കൂടെ കുട്ടി പാടില്ല. നിയമം കൊണ്ടുവരണം. അത് കൊണ്ടുവരുമ്പോൾ ഇവിടെ കുറെ ആൾക്കാർ തുള്ളൂ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂ?
ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ വളരെ ഗുരുതരമായ അവസ്ഥയിലേക്കാണ് പോകുക. കാരണം ഇപ്പം തന്നെ ലോകത്തിലെ 1-ാം സ്ഥാനത്ത് ഇന്ത്യയാണ്. നമ്മളെ പണ്ട് കാലത്ത് നമ്മളൊക്കെ സ്കൂൾ പഠിക്കുമ്പോൾ 1-ാം സ്ഥാനത്ത് ചൈനയായിരുന്നു. ഇപ്പൊ നമ്മുടെ ഇന്ത്യ ആയി. ഇത് അടിയന്തരമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടത് സന്താനോൽപാദനം കൃത്യമായിട്ട് 2 കൂടുതൽ പാടില്ല എന്നുള്ള നിയമം കൊണ്ടുവന്ന കുറച്ച് കഴിയുമ്പോൾ ചില ആൾക്കാർ പറയുന്ന പോലെ നിങ്ങൾ 80 ഞാൻ 20 പോലീസും പട്ടാളവും മാറി എന്നാൽ നിങ്ങൾ 80 ഞാൻ 20 മണി നീരിടോട്ടം പറഞ്ഞു വരില്ലേ, അതുപോലെ സംഭവിക്കും. ഓക്കെ താങ്കൾ പറയുന്നത് ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ റജിയാണ് ആലപ്പുഴയിൽ നിന്ന്. ശ്രീ റജി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? വിഭജിക്കുന്നത് അതിനകത്ത് മറ്റ് മതമോ സമുദായമോ ജാതിയോ രാഷ്ട്രീയോ ഒന്നും നോക്കിയിട്ട് ജനങ്ങൾക്ക് വികസനം എത്തുക, സർക്കാരിന്റെ പ്രഖ്യാപിക്കുന്ന വികസനങ്ങൾ എത്താൻ ജില്ല വിഭജിക്കുന്നതാണ്, വിഭജിക്കണം. അതിനകത്ത് എന്താ വേറെ മതപരമായ കാര്യം നോക്കിയിട്ടൊന്നും കാര്യമില്ല. ജനങ്ങൾക്ക് അവിടെ മതം പറയുമ്പോൾ അവിടെ ഹിന്ദുക്കളും ഒക്കെ ഉണ്ടെന്ന്, അതുങ്ങൾക്കൊക്കെ വികസനത്തിന്റെ ഒരു അല്പമെങ്കിലും എത്തണം, വിഭജിക്കണം, ജനസംഖ്യാനുപാതികമായി വിഭജിക്കണം. അത് നമ്മുടെ ഒരു സാംസ്കാരിക നിയമമാണ്. അതിനും വേറെ മതത്തിന്റെ കാര്യം ഞാൻ ചോദിക്കട്ടെ, അത് ആ ജില്ല രൂപീകരിക്കുന്ന അന്നത്തെ EMS മന്ത്രിസഭയാണ് അല്ലേ? പത്തനംതിട്ട ജില്ല രൂപീകരിച്ച രാഷ്ട്രീയപരമായിട്ട് പുതിയ ഒരു ജില്ല വരുത്തിയതാണ്. അതുമായിട്ടൊക്കെ നോക്കും. ഇത് ജനങ്ങൾ കൂടുതലാണ്. നമ്മൾ പറയണത് അവിടുത്തെ ഹിന്ദുക്കൾക്കാണ് ഏറ്റവും കൂടുതൽ അതിന്റെ ദോഷം വരുന്നത്. അതുകൊണ്ട് അതൊന്നും പറഞ്ഞിട്ട് ജനസംഖ്യാനുപാതികമായി ജില്ല വിഭജിക്കുക. അതുപോലെ തന്നെ ജനങ്ങൾക്ക് സർക്കാരുകളുടെ എല്ലാവിധ ആനുകൂല്യങ്ങളും എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ അതിനകത്ത് ജാതിയോ മതമോ ഒന്നും ഒരു പ്രശ്നമാക്കേണ്ട ഒരു കാര്യമില്ല. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ റജി. ശ്രീ KG കുമാറാണ് കൊട്ടാരക്കരയിൽ നിന്ന്. ശ്രീ KG കുമാർ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ 45 ലക്ഷത്തോളം ജനസംഖ്യ വരുന്ന ഒരു ജില്ല? ആ ജില്ല ഇപ്പോൾ താങ്കൾ കൊട്ടാരക്കരയാണെങ്കിൽ കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയിൽ പോയി 26 ലക്ഷമോ അല്ലെങ്കിൽ 27 ലക്ഷമോ ജനസംഖ്യ ഉണ്ടാവും. താങ്കൾ പറഞ്ഞോളൂ. അതായത് ഈ മലപ്പുറം ജില്ല ഈ ഓരോ ആൾക്കാരും പറയുന്ന കേട്ടാൽ തോന്നുന്നു മലപ്പുറം ജില്ലയിൽ 100% മുസ്ലിങ്ങളാണ്. നല്ല 70% മുസ്ലിങ്ങളും 30% ഹിന്ദുക്കളുമാണ് മലപ്പുറം ജില്ലയിലുള്ളത്. അങ്ങനെയാണ് അതിന്റെ കണക്ക്. അപ്പോൾ ഈ മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഭജിക്കുമ്പോൾ ഈ പറഞ്ഞ 45 ലക്ഷം ആൾക്കാരെന്ന് പറയുന്നത് ഒരു വലിയ സംഖ്യ തന്നെയാണ്. വേറൊരു ജില്ല ഉണ്ടാക്കേണ്ടതാണ്. പക്ഷേ ഈ രണ്ടാമത് ഒരു ജില്ല 15ാമത്തെ ഒരു ജില്ലയിൽ ഉണ്ടാകാതെ വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഭാഗങ്ങൾ മാറ്റി തൊട്ടടുത്ത് ജനസംഖ്യ കുറവുള്ള വയനാട് പോലുള്ള ജില്ലയിലോട്ട് കുറച്ച് ഭാഗം മാറ്റി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതും ആണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ഈ ആവശ്യം എന്ന് പറയുന്നത് ഇവര് ഈ സമസ്ത പറയാതെ ജനപ്രതിനിധികളെ കൊണ്ട് അവരെ പറയിച്ചിട്ട് അവര് ഇതിനൊരു നടപടി എടുത്തിട്ട് ഇതിനൊരു പരിഹാരം കാണുന്നതാണ് നല്ലത്. ഇവരിങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ആവശ്യപ്പെടുമ്പോഴാണ് ഇത് മറ്റു പല രീതിയിലുമാണ് ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതാണ് കാര്യം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. ശ്രീ മണി ആണ് എറണാകുളത്ത് നിന്ന്. ശ്രീ മണി, താങ്കൾ എങ്ങനെയാണ് ഈ മലപ്പുറം ജില്ല വിഭജിക്കണമെന്നുള്ള ആവശ്യത്തെ കാണുന്നത്? മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന് പറയുന്നത് അത്ര ശരിയായ നടപടിയല്ല. കാരണം നമുക്കൊരു ദേശീയ ജനസംഖ്യാ നയമുണ്ട്. അതിവിടെ ഒരു വിഭാഗം മാത്രം അനുസരിക്കുക, ഒരു വിഭാഗം അനുസരിക്കാതെ 5-6 കുട്ടികൾ ഇത് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ജനാധിപത്യം ഒരു വിഭാഗത്തിന്റെ കയ്യിലേക്ക് മാത്രമായി മാറും. അപ്പൊ ജനസംഖ്യ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കണക്കില്ലാതെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഭൂമി വേണ്ടേ, കൂടാതെ ഭക്ഷണം വേണ്ടേ, വാർപ്പിടം വേണ്ടേ? ഇത് നല്ല നടപടിയല്ല. ഞങ്ങളുടെ ജനസംഖ്യ കൂടിക്കുമ്പോൾ ഞങ്ങൾക്ക് ജില്ല വിഭജിക്കണമെന്ന് പറയുന്നത് അത്ര നല്ല നടപടിയല്ല. ശ്രീ മണി, താങ്കള് ഉദ്ദേശിക്കുന്ന തരത്തിലാണെങ്കിൽ അവിടെ ആ സ്ഥലത്ത് മാത്രമല്ലോ മറ്റു പല മതവിഭാഗങ്ങളും ഈ പറയുന്ന പോലെ ഈ ഒന്നിലേറെ കുട്ടികളും 2, 3, 4, 5 കുട്ടികൾ വേണമെന്ന് നിർബന്ധം പിടിക്കുന്ന മതങ്ങളും മത അധ്യക്ഷന്മാരും ഒക്കെ ഇല്ലേ? അപ്പോൾ അതെല്ലാം ചർച്ച ചെയ്യേണ്ടി വരില്ല അങ്ങനെയാണല്ലോ. അതല്ലല്ലോ, അതും ഇതുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. മലപ്പുറത്തെ ജനസംഖ്യ കൂടുതലാണ്. അവിടുത്തെ 45 ലക്ഷത്തോളം ആളുകൾക്ക് ഒരു ജില്ല എന്ന് പറയുന്നത് സ്വാഭാവികമായും ആ ജില്ല വിഭജിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ കൂടുതൽ അഡീഷണൽ ഒരു MLA കൂടി വരുന്നു ഇല്ലല്ലോ. അങ്ങനെയല്ലല്ലോ വരുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ശരിയാ, താങ്കൾ പറഞ്ഞതിനകത്ത് ഒരു ന്യായമുണ്ട്. ഒരു പ്രത്യേക സ്ഥലത്തെ ആളുകൾ കൂടുതൽ ജനസംഖ്യ വന്നുകൊണ്ട് അവർക്ക് കൂടുതൽ MLA കിട്ടുന്നു. അത് ആകുമ്പോൾ അവർക്ക് അധികാരം കൂടുതൽ വരുന്നു. ഇതങ്ങനെയല്ല. ആ ജില്ല വിഭജിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് അവർക്ക് ഒരു മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ അതിൻ്റെ ജില്ലാ ആസ്ഥാനമോ അല്ലാതെ ഏതെങ്കിലും തരത്തിൽ അധികാര ആനുകൂല്യം കിട്ടുന്നുണ്ടോ? അല്ല, അത് ഇവര് ജനസംഖ്യയുടെ കാര്യം പറഞ്ഞാണ് വിഭജിക്കണം എന്ന് പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ കേരളത്തിൽ മറ്റുള്ള വിഭാഗങ്ങളെ കൃത്യമായിട്ട് നടപ്പിലാക്കേണ്ട ഈ കാര്യങ്ങൾ, ഈ ജനസംഖ്യാ നിയന്ത്രണം. പക്ഷേ ഇപ്പോൾ മറ്റു മതങ്ങളുടെയും ആളുകളും ചില മതത്തെയൊക്കെ ഏറ്റെടുത്തിരിക്കുന്ന ചില രാഷ്ട്രീയ സംഘടനയുടെ നേതാക്കളുമൊക്കെ നിങ്ങൾ കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കൂ എന്നൊക്കെ ആഹ്വാനം ചെയ്യുന്നവരുണ്ടല്ലോ.
അല്ല, അത് ആരും ആഹ്വാനം ചെയ്താൽ നല്ല കാര്യമല്ല, രാജ്യത്തിന് നല്ലതല്ല. ജനാധിപത്യം ആവുമ്പോ ഭൂരിപക്ഷത്തിന്റെ അപ്പൊ ഞങ്ങളുടെ ആൾക്കാർ മാത്രം MLA-മാരും MP-മാരും ആകുന്ന അവസ്ഥയിലേക്ക് പോകില്ലേ? ജനാധിപത്യം അട്ടിമറിക്കപ്പെടില്ലേ ഒരു ഭാഗത്തിന്റെ? അത് എല്ലാവരും അങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞെങ്കിൽ അത് ന്യായമായ കാര്യം. ഒരുത്തർ മാത്രം പറയുന്നത് ശരിയല്ല, ഒരാളെ മാത്രമല്ല, അങ്ങനെ ആര് പറഞ്ഞാലും അത് ശരിയായ നടപടിയല്ല. ശരി, അത് താങ്കളുടെ വ്യക്തമായ അഭിപ്രായമാണ്. ശ്രീ മണി ആണ് പറഞ്ഞത്. ശ്രീ അനിയൻകുട്ടനാണ് പത്തനംതിട്ടയിൽ. ശ്രീ അനിയൻകുട്ടൻ, താങ്കൾ എങ്ങനെയാണ് ഈ ആവശ്യത്തെ കാണുന്നത്? സാറേ നമസ്കാരം. നമസ്കാരം. മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് പറഞ്ഞപ്പോൾ തമസ് തന്നെ രംഗത്ത് വന്നിരിക്കുക. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അവരായിട്ട് ഈ കഴിഞ്ഞിടയ്ക്കൊക്കെ കണ്ടില്ലേ, ഇട്ട് അവരായിട്ടും അള്ളിപ്പറിക്കുകയും മാന്തിപ്പറിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അവരത് അനുകൂലിക്കുന്നുണ്ട്. അപ്പോൾ അത് വിഭജിച്ച് കൊടുത്ത് 2 ജില്ലയാക്കുക. അപ്പം 15 ജില്ല വരും. അതിപ്പം അവർ തന്നെ ആനുകൂല്യം കൊണ്ടുവന്നുള്ള കഴിയുന്ന നമ്മുടെ വെള്ളാപ്പള്ളി നടച്ചനൊക്കെ പറഞ്ഞ് നടന്നതല്ലേ. അതൊക്കെ തന്നെ ഒരു വർഗീയതയല്ലേ. അപ്പോൾ അതൊക്കെ അവർ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിഭജിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ വിഭജിച്ചെടുത്തു എന്ന് പറയുന്നത് അത് അങ്ങേറ്റം അത് നമ്മളെല്ലാവരും പിന്തുണയ്ക്കണം. അപ്പോൾ അത് പിന്തുണച്ച് 2 ജില്ല ആയി കഴിഞ്ഞാൽ അതിനുള്ള വികസനവും ഉണ്ടാകും, മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ അവരെ വണ്ടയ്ക്ക് ഈ കുതിരകയറ്റമൊക്കെ അങ്ങ് നിൽക്കുമല്ലോ. ഇപ്പം എല്ലാവരും അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുക. ഈ 10 വർഷം ഇവിടെ പിണറായി വിജയൻ അതിൻ്റെ ആ തുണിത്തുമ്പെ പിടിച്ചുകൊണ്ട് നടക്കുമല്ലോ വെള്ളാപ്പള്ളിക്ക്. ഒരു മുട്ട പോലും മേടിച്ചില്ല. അതിനിവിടെ വന്ന് കിടന്ന് വർഗീയത പറയുകയും എടുക്കുകയൊക്കെ ചെയ്തതിലൂടെ നമുക്ക് ചോദിക്കാൻ പറ്റില്ല. അതൊക്കെ വേറെ നാണക്കേടല്ലേ. അതൊക്കെ നമുക്ക് നമ്മുടെ കേരളം എന്ന് പറയുന്നത് എന്തുവാ? സംസ്കാരവും യോഗ്യവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള നാടല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ അദ്ദേഹം പറഞ്ഞു നടക്കുന്നത് അങ്ങേയറ്റം മോശമാണ്. അതുകൊണ്ട് ശ്രീ ബിനുകുമാറാണ് കൊല്ലത്ത്. ശ്രീ ബിനുകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ നേരത്തെ ലീഗ് ഈ ആവശ്യം ഉന്നയിച്ചിരുന്നതാണ്, പക്ഷേ ലീഗ് ഇപ്പോൾ ആ വിഷയത്തിൽ അഭിപ്രായം പറയുന്നില്ല. കോൺഗ്രസും CPM-ഉം അങ്ങനെ വ്യക്തമായ അഭിപ്രായം ഒന്നും പറയുന്നില്ല. BJP എതിർക്കുന്നു. സമസ്തയാണ് ഇപ്പോൾ ഈ വിഷയം പ്രധാനമായും ഉന്നയിച്ചാണ് വീണ്ടും ചർച്ചയിലേക്ക് വരുന്നത്. താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? സാറേ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം മുസ്ലിം ലീഗ് ഒന്നും പറയുന്നില്ലെന്ന് പറയുന്നെങ്കിലും ഫലത്തിൽ ഇപ്പം നടപ്പിലാക്കി കഴിഞ്ഞാൽ സമുദായത്തിന് തന്നെയാണ് നല്ലത്. കാരണം പറഞ്ഞത് ഈ ഒരു പരിധി വരെ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ പഴയതുപോലെ മലപ്പുറം ജില്ലയിൽ ഇപ്പം വലിയ ഈ ജനസംഖ്യ വലുതായിട്ടില്ല, പണ്ടത്തെ കണക്കില്ല. കാരണം ഈ മുത്തലാഖ് എന്ന് പറയുന്ന ഒരു നിയമം വന്നതുകൊണ്ട് അതിനൊക്കെ ചെറുതായിട്ടൊക്കെ ഒരു ബോധവൽക്കരണം പോലെയൊക്കെ ഈ പുതിയ തലമുറയുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ഭീകരമായിട്ടുള്ളൊന്നുമില്ല. പക്ഷെ ജനസംഖ്യ 45 ലക്ഷം ആകുമ്പോഴത്തേക്ക് അവിടുത്തെ ജനങ്ങൾ എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാ മതസ്ഥരും അവിടെ ഉണ്ട്. കൂടുതൽ ഇവരാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് പഠിക്കുന്നതിന്റെ കാര്യത്തിലും കുട്ടികളുടെ സൗകര്യങ്ങളും മറ്റു ഓഫീസുകളും എല്ലാം കൂടെ ഞെരുക്കം വരും. ആ ഞെരുക്കം ഒന്ന് മാറ്റിയെടുക്കാൻ ആണ് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് സമസ്ത ഇത് പറയുന്നതെങ്കിൽ അത് നമ്മൾ കൈയടിച്ച് അംഗീകരിക്കണം. മറിച്ച് ഇത് ഇലക്ഷൻ സംബന്ധിച്ച് ഒരു വിലപേശൽ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് സമ്മതിച്ചു കൊടുക്കാൻ. കാരണം നമ്മുടെ ടൈം എന്ന് പറയുന്നത് അസംബ്ലി ഇലക്ഷനാണ്. കഴിഞ്ഞ അടുത്ത 1-2 മാസമേ ഉള്ളൂ. അപ്പൊ ആ ടൈമിൽ ഒരു വിലപേശലിന് വേണ്ടി ആണെന്നുണ്ടെങ്കിൽ അത് ശരിയായ നടപടിയല്ല. ഇത് വിലപേശലാണോ എന്നറിയാൻ ഒരു വഴിയുണ്ട്. അതായത് ഇത് രണ്ടാക്കുന്നതോടൊപ്പം തന്നെ ഹിന്ദു ഭൂരിപക്ഷമുള്ള മറ്റ് ജില്ലകളിൽ നിന്ന് 2 ജില്ലകളിൽ നിന്ന് ഇതിലേക്ക് 30% വീതം കയറ്റിവിടാന്നുണ്ടെങ്കിൽ അപ്പോഴവർ പറയും വേണ്ടെന്ന് പറയും. എങ്ങനെയാണ് ശരി, ഓക്കെ. പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ, അങ്ങനെയും ചില അഭിപ്രായങ്ങൾ കോൺഗ്രസിന്റെ ചില നേതാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു മതം മാത്രമായി ഭൂരിപക്ഷം വരുന്ന തരത്തിലല്ലാതെ മറ്റ് ജില്ലകളിലെയൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു മതനിരപേക്ഷ രീതിയിൽ തന്നെ മുന്നേ പോകാൻ രീതിയിലേക്കുള്ള വിഭജനവും ഒക്കെ പറയുന്നുണ്ട്. പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പല ആളുകൾക്ക് പല അഭിപ്രായങ്ങളൊക്കെയാണല്ലോ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ ഗോപകുമാറാണ് അടുത്തത്. ശ്രീ ഗോപകുമാർ പാലക്കാട് നിന്നാണ്. ശ്രീ ഗോപകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? താങ്കളുടെ സമീപ ജില്ല കൂടിയാണല്ലോ. ഈ മലപ്പുറം ജില്ല വിഭജിക്കണമെന്നുള്ള ആവശ്യത്തോട് താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നമസ്കാരം വിനു. കിരൺ നമസ്കാരം. കിരൺജി, എനിക്കൊരു ഇതും കൂടി പറയാനുണ്ട്. ഞാൻ അന്ന് ഫോൺ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ തുടങ്ങിയപ്പോഴേക്ക് കട്ട് ചെയ്തു കിരൺജി. അത് എന്താ പറ്റിയെന്നറിയില്ല. ഇത്രയും കാലമായിട്ട് ആദ്യമായിട്ടാണ്. 2 ദിവസം മുന്നെയാണ്. ഇന്നലെ വിളിച്ചു, ഇന്നലെ എടുക്കാൻ പറ്റിയില്ല. കട്ട് ചെയ്യുന്നതല്ല ഇത്. അങ്ങനെ നമുക്ക് വരുന്ന ആളുകളെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ ചിലടത് കിട്ടാതെ പോകുന്നതാണ്. അല്ല, നമ്മൾ മനഃപൂർവ്വം ആരെയും കട്ട് ചെയ്യാറില്ല. അല്ല, മനഃപൂർവ്വം കട്ട് ചെയ്യുക ചെയ്ത് കിരൺജി. മനഃപൂർവ്വം കട്ട് ചെയ്യുകയാണ് ചെയ്തത്. ശരി, എന്താ ആയിക്കോട്ടെ പറയാം. ഞാൻ വീണ്ടും ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ കിട്ടിയില്ല. അതായിക്കോട്ടെ. ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ഞാനിവിടെ പറയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മെയിൻ പോയിന്റ് നമ്മുടെ ആളിവിടെ ഇപ്പൊ ഇതിനു മുന്നേ സംസാരിച്ച ആൾ പറഞ്ഞു പോയി. ഞാൻ കറക്റ്റായിട്ട് ഒരു പോയിന്റ് എടുത്തു വെച്ചതാണ്. അതായത് പാലക്കാട് ജില്ലയെന്നും തൃശ്ശൂരും കൂടി ഇതിൽ വരുന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഈ മലപ്പുറം ജില്ലയിലേക്ക് ഒരു ഭാഗം തൃശ്ശൂർ ജില്ലയുടെ ആ ഭാഗമായിട്ട് വരും, വയനാടിന്റെയും വരും, കോഴിക്കോടിന്റെയും വരും. ഈ കോഴിക്കോട് ജില്ലയിൽ നിന്നും ഈ ചുറ്റുപാട് ഉള്ള മറ്റു ജില്ലകളിൽ നിന്ന്, എല്ലാ ജില്ലയിൽ നിന്നും ഒരു 10% വെച്ച ആൾക്കാരെ വിഭജിക്കട്ടെ. 14 നിന്നുള്ള 15 ആവട്ടെ. നല്ല കാര്യമല്ലേ 15. അപ്പൊ MLA കൂടും. MLA കൂടാനുള്ള സാധ്യത ഉണ്ട്. കേരളത്തിൽ 140 MLA എന്നുള്ളത് ചിലപ്പോൾ കൂടുതൽ വരാനുള്ള സാധ്യത ഉണ്ടോ? കൃത്യമായിട്ട് അതിനെ പറ്റി പഠിച്ചാലേ പറയാൻ പറ്റുള്ളൂ. MP എന്തായാലും കൂടാൻ സാധ്യതയില്ല. MP കുറയാനേ സാധ്യതയുള്ളൂ. ഇനിയിപ്പോ അത് ഒരു കാരണവശാലും MP സീറ്റ് കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അപ്പൊ ഈ 4 പുറത്തും നിൽക്കുന്ന
ജില്ലകളിൽ നിന്ന് ഒരു 10% ആൾക്കാരെ മലപ്പുറം ജില്ലയിലേക്ക് ഇപ്പോഴുള്ള മലപ്പുറം ജില്ലയിലേക്ക് കയറ്റിയിട്ട് അതിനെ രണ്ടായിട്ട് വിഭജിക്കുക. അപ്പൊ 45 ഏതാണ്ട് 40 ലക്ഷത്തിന്റെ മേലെയാണ് ഇപ്പൊ ഉണ്ടാവുക. അവിടുത്തെ കണക്ക് പറയുന്നത് 40-45 ലക്ഷത്തിനുള്ളിൽ ഉണ്ട് എന്നാ പറയുന്നത്. അപ്പൊ ഈ 10% ആളെയും കൂടി ഈ 4 പുറമുള്ള ജില്ലകളിൽ നിന്ന് ഇതിലേക്ക് കയറ്റി കഴിഞ്ഞാൽ അതിന്റെ കൂടി ഇതുണ്ടാവും. അപ്പൊ ഹിന്ദു മുസ്ലിം കൃത്യമായിട്ട് പേർക്ക് സിനിമ വരുമല്ലേ. അപ്പൊ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ക്രിസ്ത്യാനികൾ വരാൻ സാധ്യതയുണ്ട്. വയനാട് ജില്ലയിൽ നിന്ന് കുറച്ച്, കോഴിക്കോട് ജില്ലയിൽ നിന്ന് കുറച്ച്, പാലക്കാട് ജില്ലയിൽ നിന്ന് കുറച്ച്, അങ്ങനെ ചെയ്തിട്ട് രണ്ടായി വിഭജിച്ചിട്ട് തന്നെ ജില്ല 15 ആവട്ടെ. അല്ല ശ്രീ ഗോപകുമാർ, ഒരു സംശയം ചോദിച്ചോട്ടെ. ഇങ്ങനെയൊക്കെ പറയാം, പക്ഷേ ഒരു ജില്ലയിൽ ക്രിസ്ത്യാനി കൂടുതലായതുകൊണ്ടോ ഹിന്ദു കൂടുതലായതുകൊണ്ടോ മുസ്ലിം കൂടുതലായതുകൊണ്ടോ എന്തെങ്കിലും നഷ്ടം വരാനുണ്ടോ? ഇല്ല, നഷ്ടമൊന്നും വരാനില്ല. ഞാൻ പറയുന്നത് അത് അവർ സമ്മതിക്കില്ല. അല്ല, അങ്ങനെ ആയാൽ എന്താണ് കുഴപ്പം എന്നുള്ള ചോദിച്ചപ്പോൾ അവിടെ താങ്കൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഈ മുസ്ലിമിനെ കൂടാതിരിക്കാൻ വേണ്ടി മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കുറച്ച് ഹിന്ദുക്കളെ ഉള്ള ഭൂരിപക്ഷ സ്ഥലങ്ങളിൽ ഇച്ചിരി ഹിന്ദുക്കളെ അങ്ങോട്ട് ചേർത്ത്, ക്രിസ്ത്യാനികളെ കൂടുതലുള്ള സ്ഥലത്തു നിന്ന് ഇച്ചിരി ക്രിസ്ത്യാനികളെ അങ്ങോട്ട് ചേർത്ത് അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം എന്താണ്? ഭരണ സൗകര്യം നോക്കി എന്താണ് കൃത്യമായി മുറിക്കുക. അവിടെ ഹിന്ദു കൂടിയാലോ മുസ്ലിം കൂടിയാലോ ക്രിസ്ത്യൻ കൂടിയാലോ എന്താണ് കുഴപ്പം? അല്ല, അങ്ങനെയല്ല. അതില് അവർ ഉദ്ദേശിക്കുന്നത് മലപ്പുറം ജില്ലയില് മുസ്ലിം ലീഗ് പറയുന്നില്ല എങ്കിലും കൂടിയിട്ട് അതിനിപ്പോ ആരും BJP, കോൺഗ്രസ്, ഇടതുപക്ഷം ആരും ഒന്നും പ്രത്യേകമായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടൊന്നുമില്ല. പറയുന്നത് സമസ്തയാണ്. മുസ്ലിം ലീഗ് പറഞ്ഞിട്ടില്ല, ബാക്കി അവരുടെ നമ്മളിപ്പോ ആര് പറഞ്ഞാലും അതിന്റെ മെറിറ്റ് നോക്കിയാൽ മതിയല്ലോ. ഞാൻ ചോദിച്ച എന്റെ ചോദ്യം വളരെ സിമ്പിളാണ്. ഈ ജില്ല വിഭജനത്തെ കുറിച്ച് താങ്കൾ പറഞ്ഞ അഭിപ്രായം മറ്റ് മതങ്ങളിലുള്ളവരെയും കൂടെ കൂട്ടിച്ചേർത്ത് രണ്ടാക്കിയതിന് ശേഷം ചേർത്ത ശേഷം രണ്ടായി വിഭജിക്കുക എന്നുള്ളത്. എന്തിനാണ് അങ്ങനെ എല്ലാ മതവും കയറണം എന്നാണ്? ഒരു ജില്ല വിഭജിക്കുമ്പോൾ അവിടെ മുസ്ലിം കൂടുതലായാലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ അവരാരും സമ്മതിക്കില്ല. അല്ല, ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കൂല്ല, ഇങ്ങനെ ഒരു ഓപ്ഷൻ വെക്കട്ടെ. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായ രീതിയിലുള്ള അഭിപ്രായങ്ങളാണുള്ളത് ഈ വിഷയത്തിൽ. മറ്റൊരു പ്രശ്നം കൂടിയാണ്. ശ്രീ അരുൺകുമാറാണ്, പൂഞ്ഞാറിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ അരുൺകുമാർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ അഭിപ്രായം? ഹലോ, എനിക്ക് ഇതിനകത്തുള്ള അഭിപ്രായം ഈ ഒരു ജില്ല മാത്രം വിഭജിച്ചാൽ മതിയോ? ഹലോ, പറഞ്ഞോളൂ. ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് നിലവിൽ മലപ്പുറത്താണ്. പിന്നെ തൊട്ടുപുറകെ തിരുവനന്തപുരവും എറണാകുളവും തൃശ്ശൂരും ഒക്കെയാണ് ഉള്ളത്. പക്ഷെ അവരും ഒക്കെ തമ്മിൽ അതെല്ലാം ഒരു 30 ലക്ഷം റേഞ്ചിൽ നിൽക്കുമ്പോൾ മറ്റ് 40-45 ലക്ഷം റേഞ്ചിലാണ്. അതിൽ വലിയ കൂടുതലുള്ളത് മലപ്പുറം ജില്ലയിലാണ്. അതുകൊണ്ടാണ് മലപ്പുറം ജില്ല പ്രധാനമായി വരുന്നത്. അതെ, അങ്ങനെയാകുമ്പോൾ സമീപത്തെ ജില്ലകളിൽ നിന്നും കൂടെ ആൾക്കാരെ എടുത്തോണ്ട് വേണ്ട പുതിയൊരു ജില്ല രൂപീകരിക്കാൻ. ഇപ്പോഴത്തെ കണക്കിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം. അല്ല, ഇപ്പൊ എങ്ങനെയാണ് രൂപീകരിക്കുന്നത് എത്ര ചർച്ചകളിൽ പോയിട്ടില്ലല്ലോ. സമീപ ജില്ലകളിൽ എടുക്കാതെ തന്നെ ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ അത് രണ്ടാക്കി വിഭജിച്ചാൽ പോലും ആ ജില്ലയിൽ ആ 2 ജില്ലകളിലും ഏകദേശം 20-25 ലക്ഷത്തിനിടയ്ക്ക് ആളുകൾ സ്വാഭാവികമായും വരും. അത്രയുള്ള ആളുകളൊക്കെയാണ് മറ്റ് ചെറിയ ജില്ലകളിലൊക്കെ ഉള്ളത്. ഇനി അതല്ല, താങ്കൾ പറഞ്ഞതുപോലെ മറ്റു ജില്ലകളിൽ കൂടെ ചേർത്ത് ഒരു 30 ലക്ഷം വരുന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ 25 ലക്ഷം വരുന്ന രീതിയിലേക്കോ അതൊക്കെ പിന്നീട് പരിശോധിക്കേണ്ട കാര്യങ്ങളാണല്ലോ. അല്ല, ജാതീയമായിട്ടോ മതാടിസ്ഥാനത്തിലോ അല്ലാതെ തന്നെ ഈ കേരളത്തിലെ മൊത്തത്തിലുള്ള ജില്ല വരുമ്പോൾ മൂവാറ്റുപുഴയിൽ ഒരു ജില്ല ഇങ്ങനെ നേരത്തെ കേട്ടിരുന്നു വിഭജിക്കുന്ന കാര്യം. മൂവാറ്റുപുഴ ഒരു ജില്ല രൂപീകരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ അതും കൂടെ കൂടത്തിൽ പരിഗണിക്കേണ്ട വരികയല്ലേ പുതിയൊരു രൂപീകരണം വരുമ്പോൾ? അങ്ങനെ പലതും പരിഗണിക്കേണ്ടി വരും. അപ്പൊ ഈ ഒരെണ്ണം മാത്രമായിട്ട് പ്രായോഗികമായിട്ട് നടപ്പാക്കാൻ പറ്റുമോ? അല്ല, ഇപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ ആ ആവശ്യത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. അല്ലാതെ ഈ ആവശ്യം നാളെ മൂവാറ്റുപുഴയിൽ വേണ്ടെന്നോ അല്ലെങ്കിൽ മറ്റു വലിയ ജില്ലകൾ വിഭജിക്കേണ്ടെന്നോ ഒന്നും ആരും പറയുന്നില്ല. അതെല്ലാം കൂടി ചേർത്ത് സ്വാഭാവികമായിട്ട് ജില്ലാ വിഭജനം എങ്ങനെയാണ് നടക്കുന്നത്? നടക്കണമെങ്കിൽ കേരളത്തിൽ മുഴുവൻ അങ്ങനെ പഠനം നടത്തി ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷനെ വെച്ച് കമ്മീഷന് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അത് രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്ത് അങ്ങനെയൊക്കെ വന്നിട്ടായിരിക്കും ജില്ല വിഭജിക്കുന്നത്. അല്ല, ഒരു ദിവസം വന്നിട്ട് മുറിച്ചു കളഞ്ഞ് 2 ജില്ലയാക്കുക അങ്ങനെയല്ലല്ലോ. അല്ലല്ലോ. അപ്പൊ അതല്ലേ ശരി തന്നെയാണ് ചോദ്യം. ശരി, ഓക്കെ. അരുൺകുമാറിന്റെ അഭിപ്രായം അങ്ങനെ. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്ന്. ശ്രീ റഷീദ്, ഈ താങ്കളുടെ പാർട്ടി ഇക്കാര്യത്തിൽ നിലപാടൊന്നും പറയുന്നില്ല പരസ്യമായി. തെരഞ്ഞെടുപ്പായതുകൊണ്ട് നിലപാട് പറഞ്ഞ് പൊല്ലാപ്പാവണ്ട എന്ന് കരുതിയാണോ നിൽക്കുന്നത്? ഞാൻ പാർട്ടിയുടെ നിലപാടല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സംഗതി, ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാണോ നീതിയാണോ ആ രീതിയിൽ നമ്മൾ ഈ വിഷയത്തെ കണ്ടുള്ളൂ. അവിടെ മുസ്ലിം പോപ്പുലാരിറ്റി കൂടുതലാണ്. ആ രീതിയിലല്ല. ഒരു ഭരണ പരിഷ്കാരം വരണമെങ്കിൽ ഒരുപാട് സംഗതികളൊക്കെ ആളുകൾക്ക് ജനോപകാര കാര്യങ്ങൾ ചെയ്യാനൊക്കെ
ഒരു ജില്ല 2 ജില്ല ആക്കിയത് 45 ലക്ഷത്തിലേറെ ആളുകൾ അധിവസിക്കുന്ന ഒരു ജില്ല. ആ ജില്ല 2 ജില്ല ആക്കിയാൽ അതിൽ ജനങ്ങൾക്കാണല്ലോ അതിന്റെ ഗുണം ഉണ്ടാകുക. അത് മാത്രമല്ല ആ പ്രദേശത്തിന്റെ ഒരു വികസനവും നമ്മൾ ഉണ്ടല്ലോ. കാരണം പല സ്ഥലങ്ങളിലും വികസനം എത്തുന്നില്ല. അത് ഈ കൂടുതൽ പോപ്പുലാരിറ്റി ഉള്ളത് കൊണ്ടാണത്. അപ്പൊ ജനങ്ങൾ അത് വേണ്ട വിധത്തിൽ അവർക്ക് പ്രകടിപ്പിക്കാനോ അതിന്റെ വേണ്ട വിധത്തിൽ ഉദ്യോഗ തലങ്ങളിൽ എത്തിക്കാനോ ഭരണതലങ്ങളിൽ എത്തിക്കാനോ കഴിയാത്ത ഒരു സാഹചര്യം. ആ സാഹചര്യം ഒന്നും മാറണമെന്നേ പറയും. ഇത് നേരെ മറിച്ച് ഇവരെല്ലാം ആവശ്യപ്പെടേണ്ടത് അത് മതസംഘടനകൾ ആവശ്യപ്പെടേണ്ടതല്ല. രാഷ്ട്രീയ സംഘടനകൾ ഈ ഒരു വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. 45 ലക്ഷം പോപ്പുലാരിറ്റി, നേരെ മറിച്ച് 10 ലക്ഷം ആളുകളുള്ള ഒരു ജില്ല, 15 ലക്ഷം ആളുകളുള്ള ഒരു ജില്ല. അപ്പോൾ ഇത്രയും മാത്രം ആളുകളുള്ള ഒരു ജില്ലയെ 2 ജില്ല ആക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? അതുകൊണ്ട് നാടിനല്ല ഗുണമുള്ളത്, രാജ്യത്തിനല്ല ഗുണമുള്ളത്, നമ്മുടെ പ്രദേശത്തിനല്ല ഗുണമുണ്ടാവുക. അപ്പൊ ആ രീതി ഞാൻ ഇതൊരു എന്റെ രാഷ്ട്രീയമായ ഒരു ഇതും വെച്ചുകൊണ്ടല്ല, എന്റെ രാഷ്ട്രീയ പാർട്ടി അതിനൊരു അഭിപ്രായം പറഞ്ഞിട്ടുമില്ല. പക്ഷെ എന്റെ വ്യക്തിപരമായ അഭിപ്രായം, നമ്മളൊക്കെ ചെറിയ ചെറിയ പഠനങ്ങൾ നമുക്കും നടത്താമല്ലോ. ആ രീതിയിൽ പഠനം നടത്തുമ്പോൾ തീർച്ചയായും ഇങ്ങനെ വരുമ്പോൾ ഗുണകരമായിരിക്കും, നാടിന് ഗുണകരമായിരിക്കും, ആ പ്രദേശത്തുള്ളവർക്ക് ഗുണകരമായിരിക്കും, പാവപ്പെട്ട ആളുകൾക്കൊക്കെ എത്രയോ ഗുണകരമായിരിക്കും. വളരെ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്ന് അഭിപ്രായം പറഞ്ഞത്. അടുത്തത് ഉമേഷാണ് കോഴിക്കോട് നിന്ന്. ഉമേഷിലേക്ക് കടക്കുമ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ ഏതാനും ചില കമന്റുകൾ കൂടിയെങ്കിലും വായിക്കാം. ശ്രീ ഷിജു കിരിയത്ത് ചൂണ്ടിക്കാണിക്കുന്നു, സംഘപരിവാർ ഈസ് ലുക്കിംഗ് ഫോർ എ ചാൻസ് എന്ന് ഷിജു കിരിയത്ത് പറയുന്നു. അതോടൊപ്പം തന്നെ മോഹൻ പറയുന്നു, ജില്ല വിഭജിക്കുന്നതിന് പകരം അവിടുത്തെ ന്യൂനപക്ഷക്കാരെ മറ്റ് ജില്ലകളിലേക്ക് മാറ്റുകയാവും ഈ സംഘടനകൾക്ക് സൗകര്യപ്രദം എന്ന് പറയുന്നു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ശക്തമായ ബോധവൽക്കരണം നടത്തുക, നാം 2 നമുക്ക് 2 എന്ന് പ്രമോദ് നാണു പറയുന്നു. സബീന സുൽഫി പറയുന്നു, മലപ്പുറം ഹാസ് ദി ഹയസ്റ്റ് നമ്പർ ഓഫ് മുനിസിപ്പാലിറ്റീസ് ആൻഡ് വെൻ കൺസിഡറിംഗ് ദി സൈസ് ഓഫ് ദി പോപ്പുലേഷൻ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ടു മാനേജ് അണ്ടർ 1 അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് എന്ന് പറയുന്നത് അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് കീഴിൽ ഇത്രയേറെ സംവിധാനങ്ങളെ മാനേജ് ചെയ്യേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും ആ പ്രയാസം ഉണ്ടാവാറുണ്ട്. അതാണ് ഭരണ സൗകര്യം എന്ന് നമ്മൾ ചൂണ്ടിക്കാണിച്ചത്. പ്രധാനപ്പെട്ട പോയിന്റ് തന്നെയാണ് സബീന ചൂണ്ടിക്കാണിക്കുന്നത്. നന്ദകുമാർ പി പറയുന്നു, അജയകുമാർ പറഞ്ഞതിനോട് യോജിക്കുന്നു, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ല കൊടുത്തത് തന്നെ തെറ്റായ തീരുമാനമായിരുന്നു എന്ന് പറയുന്നത്. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്ത ഒരു ജില്ലയല്ല മലപ്പുറം. ഒരു ജില്ലയിൽ ഏതെങ്കിലും ഒരു മതം കൂടുതലായെങ്കിൽ മറ്റ് മതങ്ങൾ കൂടുതലുള്ള ജില്ലയൊക്കെ ആ മതത്തിന് കൊടുത്തതാണ് എന്ന് പറയാൻ കഴിയുമോ? അതങ്ങനെ പറയുന്നത് തെറ്റായ ഒരു പ്രചരണമാണ്. അത് ശരിയായ ഒരു പ്രചരണമല്ലത്. കിരൺ, ഒരു ഇടതുപക്ഷ അഭിപ്രായമുള്ള അത് എനിക്ക് ദയവ് ഇത് എഴുതിയിരിക്കുന്നത് സൺഷൈൻ വ്ലോഗാണ്. അത് മംഗ്ലീഷിൽ എഴുതിയാൽ വായിക്കാൻ ഭയങ്കര പ്രയാസമാണ്. നമ്മളൊന്ന് അത് മൊബൈൽ നോക്കി വായിക്കുകയും കൂടെ ചെയ്യുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഒന്നുകിൽ മലയാളത്തിൽ എഴുതുക അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഴുതുക. മലയാളത്തിൽ തന്നെ എഴുതാനാണ് കൂടുതൽ ആളുകൾക്ക് അത് സംവേദനത്തെ കൂടുതൽ സൗകര്യപ്രദമാകുക. അല്ല തീരെ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതാം, മംഗ്ലീഷ് എഴുതി കളയരുത്. ആദ്യം ഒരു ജില്ലയിൽ പരമാവധി എത്ര ജനസംഖ്യ ആകാമെന്ന് തീരുമാനിക്കുക, അതനുസരിച്ച് ജില്ലകൾ ക്രമീകരിക്കുക എന്ന് കൃഷ്ണദാസ് പറയുന്നു. മലപ്പുറം ജില്ല വേറെ സംസ്ഥാനമാകുമോ എന്ന് ശക്തിമാൻ ചോദിക്കുന്നു. 1947 തുടങ്ങി വെച്ചത് എന്ന് അജൂസ് പറയുന്നു. മലപ്പുറം സംസ്ഥാനത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ശക്തിമാൻ ചോദിക്കുന്നു. നിലവിൽ കാലിക്കറ്റ് സർവകലാശാല മലപ്പുറം ജില്ലയിലാണ്, ആ ഭാഗം കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടുത്താമല്ലോ എന്ന് ചോദിക്കുന്നു. കുഴപ്പമുണ്ട്. അത് കൃഷ്ണനുണ്ണി പലപ്പോഴും മാലത്ത് പലപ്പോഴും ഈ കടുത്ത സംഘപരിവാർ അഭിപ്രായം പറയുന്ന ഒരാളാണ്. കുഴപ്പമുണ്ട്, സെമി പാകിസ്ഥാൻ അല്ലെങ്കിൽ കാശ്മീർ ആകുമെന്ന് പറയുന്നു. ഈ കാശ്മീരിന് എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ ശ്രീകൃഷ്ണൻ ഉണ്ണിക്ക്? ശ്രീകൃഷ്ണൻ ഉണ്ണിയുടെ ഇത്തരം അഭിപ്രായങ്ങൾ വളരെ മോശപ്പെട്ട നിലവാരത്തിലുള്ള അഭിപ്രായമാണ്. കൃഷ്ണനുണ്ണിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ഉള്ള അവകാശത്തേക്കാൾ ഒട്ടും കുറഞ്ഞ അവകാശമല്ല, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടിയ അവകാശമല്ല, കൃത്യമായ അവകാശം എല്ലാ മതക്കാർക്കുമുണ്ട്. അല്ലാതെ ഏതെങ്കിലും ഒരു മതക്കാർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ അധികമായി ഒരവകാശവുമില്ല എന്ന് കൃഷ്ണനുണ്ണി മനസ്സിലാക്കുക. എല്ലാവരുടെയും തുല്യ അവകാശമുള്ള സ്ഥലത്താണ് ജീവിക്കുന്നത് എന്നത് പ്രത്യേകം അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ കൃഷ്ണനുണ്ണിയെ പോലെയുള്ളവർ ഓർക്കുന്നത് നന്നായിരിക്കും. ശ്രീ ഉമേഷ്, താങ്കൾക്ക് പറയാം. നമസ്കാരം സാറ്. നമസ്കാരം. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് മുൻപുള്ള പ്രേക്ഷകർ പറഞ്ഞു, അതുകൊണ്ട് വെറുതെ ആവർത്തന വരുന്നതിന് വേണ്ടി പറയുന്നില്ല. എങ്കിലും ഞാൻ പറയാണ്, ഒരു ജില്ലയിലെ ജനങ്ങളുടെ ആവശ്യകതയാണ്. അതായത് അവിടെയുള്ള പോപ്പുലേഷൻ 45 ലക്ഷം എന്ന 45 ലക്ഷത്തിൽ കൂടുതൽ ജനങ്ങൾ തിങ്ങി താമസിക്കുന്നത്. അതിനോട് അനുബന്ധിച്ച് അവർക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങളാണ്. ഭരണ നിർവഹണത്തിൽ ഏർപ്പെടാനുള്ള അല്ലെങ്കിൽ അവരുടെ വികസനം നേടിയെടുക്കാനുള്ള പ്രയാസങ്ങൾ
പ്രദേശങ്ങളൊക്കെ ആയി ഉള്ള ജനവിഭാഗങ്ങൾക്ക് ഇത്തരം ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്നത്. ഇത് മുൻപ് ലീഗും ഇപ്പൊ സമസ്തയും പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ അതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആ ജനവിഭാഗങ്ങൾക്കുള്ള പ്രയാസമായിരിക്കുമല്ലോ. അതൊരു ശാസ്ത്രീയ പഠനത്തിന് വിധേയമാക്കി അത് പിന്നെ നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയല്ലേ അതിന്റെ വ്യക്തമാണ്. ഇത്തരം ആവശ്യങ്ങൾ ശാസ്ത്രീയമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ നടപ്പാക്കേണ്ടതാണ്. ഭരണപരമായ സൗകര്യവും വിഭവങ്ങളുടെ തുല്യമായ വിഭജനവും ഒക്കെയാണ് അതിൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അല്ലാതെ അതിനകത്ത് മതവും രാഷ്ട്രീയവും ഒന്നും അല്ല കലർത്തേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അഭിപ്രായം പറയാൻ പോലും ഭയമാണ്. ഇതിൽ അനുകൂലിച്ചാൽ വോട്ട് പോകുമോ എതിർത്താൽ വോട്ട് പോകുമോ എന്നുള്ള ഭയത്തിൽ നിൽക്കുകയാണ്. മതങ്ങളുടെ അത്രമേൽ സ്വാധീനത്തെ ഈ വലിയ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഭയപ്പെടുന്നു എന്നതുകൂടി നമ്മളിതിൽ കാണേണ്ടതുണ്ട്. ഇബ്രാഹിം കുട്ടിയാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും. ഇബ്രാഹിം കുട്ടി, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായം പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ശ്രദ്ധിക്കണം, മതസംഘടനകൾക്ക് ആധ്യാത്മിക കാര്യങ്ങളിലാണ് അവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. മതസംഘടനകളുടെ ആധ്യാത്മിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. അവർക്ക് ആശയദാരിദ്ര്യം വരുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നത്. എന്തുകൊണ്ടാണ് ഈ മലപ്പുറം ജില്ലയിൽ താമസിക്കുന്നവർക്ക് എന്താ ബുദ്ധിമുട്ടെന്ന് അവർ പറഞ്ഞിട്ടില്ല. എന്താണ് അവരുടെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ നമ്മള് മലപ്പുറം ജില്ലയായിട്ട് ഞാൻ അവിടെ അടുത്ത് വർക്ക് ചെയ്തൊക്കെയാണ്. നമുക്കറിയാം ഇപ്പൊ മെഡിക്കൽ കോളേജ്, ഇപ്പം ചങ്ങരംകുളത്ത് ഒരാള് മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇല്ല, തൃശ്ശൂർ വിട്ടില്ല അവർക്ക് വരാൻ എളുപ്പം 30 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ. അതുപോലെ ഇപ്പം പെരിന്തൽമണ്ണയിലുള്ള ഒരാൾക്ക് പാലക്കാട് മെഡിക്കൽ കോളേജിലോട്ട് പോകാം, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഉള്ള ഒരാൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോകാം. അതിനിപ്പം മലപ്പുറം ജില്ലയിൽ മെഡിക്കൽ കോളേജിൽ പോകണം എന്ന് മാത്രം നിർബന്ധമില്ലല്ലോ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ട, ഒരു സർവീസ് സംഘടന ഇതുവരെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. ജീവനക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പം സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ അടക്കമുള്ള മുസ്ലിം ലീഗിന്റെ സർവീസ് സംഘടനകളുണ്ട്. അവരൊന്നും ഇതുവരെ ആ കാര്യങ്ങൾ, അവരുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർ നമ്മുടെ സുഹൃത്തുക്കളാണ്. പക്ഷെ അവരൊന്നും ഈ കാര്യങ്ങൾ ഇതുവരെ ഒരു സംഘടനയും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള സംഘടനയൊന്നും, ഞാൻ പലപ്പോഴും അതിന്റെ സംസ്ഥാന മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്തിട്ടുള്ളതാണ്, ഈ കാര്യങ്ങൾ ഒരിക്കലും അവരുടെ സംഘടനാ കാര്യങ്ങളിലൊന്നും ഒരിക്കലും ചർച്ച ചെയ്യപ്പെടാത്ത കാര്യമാണിത്. എന്ത് ബുദ്ധിമുട്ടാണ് ഇവർക്ക് ഉണ്ടായെന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ അത് പറയേണ്ട, ഈ സംസ്ഥയുടെ ഭാരവാഹികൾ പറയേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് ഇത് പറയാനുള്ളത്. പറഞ്ഞത് തന്നെയാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ഈ സമസ്തയുടെ, അത് AP ആയാലും AK വിഭാഗമായാലും രണ്ട് വിഭാഗം പറഞ്ഞത്, ഇപ്പോൾ പറഞ്ഞതിന് പിന്നിൽ ആ വിശാലമായ ജില്ല മാറി ജനങ്ങൾക്ക് സൗകര്യപ്രദമാകാനുള്ള വിശാലമായ താല്പര്യമാണോ, രാഷ്ട്രീയ താല്പര്യമാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വളരെ വാലിഡായ ഒരു പോയിന്റ് തന്നെയാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ചത്. നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശിവദാസനാണ് ബാലരാമപുരത്ത് നിന്നും. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് എന്താണ് ഈ മലപ്പുറം ജില്ല വിഭജിക്കണം എന്നുള്ള ആവശ്യം? വീണ്ടും ആ ചർച്ച സജീവമാവുകയാണ്. താങ്കൾ അതിൽ എന്ത് അഭിപ്രായമാണ് പറയുന്നത്? നമസ്കാരമുണ്ട്. 100% ഞാൻ യോജിക്കുന്നു. കാരണം മലപ്പുറം ജില്ല ജനസംഖ്യ കൂടുതലാണ്. എന്തെല്ലാം കുറെ കാലം കൊണ്ട് അവിടുത്തെ മുസ്ലിം സമുദായത്തെ ആക്ഷേപിക്കുന്നു പല പല മതസംഘടനകൾ. കാരണം ഒരു കോളേജ് സീറ്റ് വന്നാലോ ഏത് വേക്കൻസി വന്നാലോ അവിടെ കൂടുതൽ വരുന്നുണ്ട് ആൾക്കാർ. അങ്ങനെ വരുമ്പോൾ ജനങ്ങൾ കൂടിയതിന്റെ ഭാഗമാണ് അവിടെ ജോലിക്കാർ കൂടുന്നതും ആനുകൂല്യം കൊടുക്കുന്നതും ആരും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടും ഗവൺമെന്റ് ആലോചിച്ച് എല്ലാ സംഘടനകളെയും വലിയ രാഷ്ട്രീയ കക്ഷികളെയും വിളിച്ചുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാതെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആറ്റ് വിജയിക്കുന്നതിൽ എനിക്ക് 100% സന്തോഷമുള്ളൂ. അതാണ് എന്റെ വൃത്തി, അതാണ് എന്റെ ശരി. ശരി. ശ്രീ സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്ന്. ശ്രീ സൂപ്പി, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ മലപ്പുറം ജില്ലാ വിഭജനം എന്ന ആവശ്യം? അതിപ്പോൾ ഉന്നയിച്ചതിൽ പല സംശയങ്ങളും ഉണ്ട്, പ്രത്യേകിച്ച് മതസംഘടനകൾ ഇപ്പോൾ ഉന്നയിച്ചതിൽ. അതവിടെ നിൽക്കട്ടെ, അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ സംഘടനകൾ പലതും ഇതിൽ അഭിപ്രായം പറയുന്നുമില്ല. താങ്കൾക്ക് എന്ത് തോന്നുന്നു? നമസ്കാരം സാർ. നമസ്കാരം. എന്റെ അഭിപ്രായത്തിൽ EMS അമ്പൂരിപ്പാടാണ് മലപ്പുറം ജില്ല രൂപീകരിച്ചത്. ആ ക്രെഡിറ്റ് പിണറായി വിജയൻ കൂടി കൊടുക്കണം. പിന്നെ CPM എന്താക്കണം, മലപ്പുറം ജില്ല രൂപീകരിക്കുകയും ആ മലപ്പുറം ജില്ല ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ജില്ല രൂപീകരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ ഇവിടെ BJP പോലുള്ള സംഘടനകൾ എന്താക്കും, UDF വോട്ട് ചെയ്യുക. കാരണം മലപ്പുറം ജില്ലയെ എതിർക്കുക എന്നാണല്ലോ BJPയുടെ ലക്ഷ്യം. മലപ്പുറം ജില്ലക്ക് വേണ്ടി UDF ആവശ്യപ്പെടുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി. ശ്രീ അഹമ്മദ് ബാബയാണ് മലപ്പുറത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ അഹമ്മദ് ബാബ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് താങ്കളുടെ ജില്ല വിഭജിക്കണം എന്നുള്ള ഈ ആവശ്യത്തെ? നമസ്കാരം. നമസ്കാരമുണ്ട്. ഇതിപ്പം മീഡിയ ഒക്കെ വന്നതുകൊണ്ട് ഇങ്ങനെ
ഇതിന്റെ ഈ ചർച്ചകളും ഇതുമൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ വിദേശത്ത് നിന്ന് ഇതിന് ഒപ്പുശേഖരണമൊക്കെ നടത്തിയിട്ട് രാഷ്ട്രപതിക്ക് സമർപ്പിച്ചിട്ടുള്ളതാണ്. ഈ രണ്ട് മതസംഘടനകൾ പറഞ്ഞതുകൊണ്ട് ഇതങ്ങനെ നടന്നോളൊന്നുമില്ല. ഇത് തീർച്ചയായിട്ടും വിഭജിക്കുക തന്നെ വേണം. ഇതിന്റെ ബുദ്ധിമുട്ടുകൾ ഇപ്പൊ വയനാടും കാസർഗോഡും ജില്ല എങ്ങനെ ഉണ്ടായതാ? ജന്മം കൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ണൂരുകാരനാണ്. വയനാട്ടിലാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. അന്ന് വയനാട് ജില്ലയില്ല. അതിനുശേഷം വന്നതാണ് കാസർഗോഡ് ജില്ല. ഈ 45 ലക്ഷത്തോളം ജനങ്ങളെ വെച്ചുകൊണ്ട് ഒരു ജില്ല, അതിന്റെ നിയന്ത്രണങ്ങള്, അത് ഇതൊക്കെ. പിന്നെ ഇതിനെ എതിർക്കുന്നവര് കുട്ടികൾ കൂടുതൽ ഉണ്ടാകുക. കുട്ടികൾ കൂടുതൽ ഉണ്ടാകുന്നത് ജില്ലയുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല. അതിനൊക്കെ ചില കാരണങ്ങൾ വേറെ ഉണ്ട്. അതൊന്നും ഇപ്പൊ ഈ ഫ്ലോറിൽ നമ്മൾ പറയണ്ട. പിന്നെ ഇപ്പൊ സൂപ്പി വെള്ളമുണ്ട പറഞ്ഞു. ഞാൻ തേറ്റമലക്കാരനാണ്. സൂപ്പി വെള്ളമുണ്ട പിന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അത് കേൾക്കട്ടെ. വെള്ളമുണ്ടെന്ന് 1 കിലോമീറ്ററും കൂടി പോയാൽ തേറ്റമല എന്ന് പറയും. അവിടെ ജനിച്ച് വളർന്നവനാണ് ഞാൻ. ഈ മലപ്പുറം ജില്ല രൂപീകരിച്ചത് EMS ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് വരുന്നത് അതൊന്നുമല്ല ഇതിന്റെ സത്യം. അതും കുറെ നീണ്ടു സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ജില്ല വിഭജിക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് എനിക്ക്. ഇനിയിപ്പോ ജില്ല വിഭജിച്ചിട്ട് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഓരോരോ മതത്തിലുള്ള ആൾക്കാരെ നോക്കിയിട്ടപ്പോ ഈ ഉള്ള ജില്ലകളൊക്കെ വന്നത്. ഞാൻ എന്റെ ഹെഡ് മാസ്റ്റർ പത്തനംതിട്ടക്കാരനായിരുന്നു, ഒരു ബഹുമാനപ്പെട്ട ബാലപ്പണിക്കർ സാറ്. അദ്ദേഹത്തിന്റെ ഇതുകൊണ്ടാണ് ഞാൻ സിഗരറ്റ് വലി തന്നെ നിർത്തിയത്. പിന്നെ അന്ന് പത്തനംതിട്ട ജില്ലയില്ല. ഇടുക്കി ജില്ല എത്രത്തോളം ചെറുതാണ്. ഇടുക്കി ജില്ലയുണ്ട്. ഈ ജനസംഖ്യ വെച്ചുകൊണ്ട് ഇതാവരുത്. പക്ഷെ ഇതിൽ രാഷ്ട്രീയ പാർട്ടികൾ, ഒരു രാഷ്ട്രീയ പാർട്ടിയും അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു ഗൗരവപരമായിട്ട് കാണേണ്ട കാര്യമാണ്. ഞാനൊരു ലീഗുകാരനാണെങ്കിലും അതിൽ ചില സംഗതികൾ ഉണ്ടാകും. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു അഭിപ്രായം വരാത്തത്. ലീഗ് അവിടെ ജില്ലാ പഞ്ചായത്ത് ഭരണത്തിലിരിക്കുമ്പോൾ പ്രമേയം പാസാക്കിയതാണ്. പിന്നെ KN ഖാദറാണ് നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്കൽ കൊണ്ടുവന്നത്. ലീഗിലെ ആ കാര്യത്തിൽ KN ഖാദറൊക്കെ വളരെ വിശദമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ അവർ അഭിപ്രായം പറയുന്നില്ല. അതൊക്കെ സംബന്ധിച്ച് സാറ് പറഞ്ഞതിന്റെ ആ ഇതിലൊരു നല്ലൊരു പോയിന്റ് അതിന് മുന്നേ പറഞ്ഞല്ലോ. അപ്പൊ അത് അങ്ങനെ ഉണ്ട്. അതിപ്പോ ഞാനൊരു ലീഗുകാരനായതുകൊണ്ട് ഞാനും അങ്ങനെ വല്ലാതെ തള്ളി പറയാനൊന്നും തയ്യാറായൊന്നുമില്ല. പിന്നെ ജില്ല വിഭജിക്കണം സാർ, അത് വേണം. ഇപ്പൊ കണ്ടില്ലേ കണ്ണൂരും കാസർഗോഡും വന്നത്, അല്ല വയനാടും കാസർഗോഡും വന്നത്. ഞാൻ ഇപ്പൊ അതിന്റെ യാഥാർത്ഥ്യം പറഞ്ഞല്ലോ. ഈ ഒരു കാര്യത്തില് പിന്നെ എനിക്ക് ഒരു ഇതുണ്ട്. അത് നമുക്ക് പിന്നെ ഒരു ദിവസങ്ങൾ ചർച്ച ചെയ്യണം. ആരാണ് മലപ്പുറം ജില്ല EMSന്റെ കാലത്താണ് എന്തായാലും അത് ഉണ്ടായത്. ആ സപ്തകക്ഷി മുന്നണിയുടെ ഭാഗമായി അതിന്റെ വിശദമായ ചർച്ചകളിലേക്ക് പോയാൽ ഇപ്പോൾ നമ്മുടെ സമയം തികയില്ല. അത് ബാഫക്കിത്തങ്ങളും EMSുമായിട്ട് ഉണ്ടാക്കിയ ധാരണ ഒരുപാട് വിഷയങ്ങൾ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഒക്കെ ചർച്ച ചെയ്യാനുള്ള വിഷയങ്ങൾ തന്നെയാണ് ശ്രീ അഹമ്മദ് ബാവ. അതൊക്കെ ഓക്കെ. പക്ഷെ ഞാനാണ് ഏറ്റവും ബഹുമാനിക്കണ EMS വിളിക്കണമാരും ഒക്കെ ലീഗുകാരനായ ഞാനും വളരെയധികം ബഹുമാനിക്കണ ഒരു വ്യക്തിത്വങ്ങളാണത്. ശരി ശരി, ഓക്കെ. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്ന്. ശ്രീ കൃഷ്ണൻകുട്ടി, ഈ ജില്ല വിഭജിക്കണമെന്നുള്ള ആവശ്യം മലപ്പുറത്ത് നിന്നാണ് ഉയർന്നത് എന്നതിനാൽ കേരളത്തിലെ CPMനും കോൺഗ്രസിനും പ്രധാനപ്പെട്ട 2 പാർട്ടികൾ അഭിപ്രായം പറയാൻ പോലും കഴിയാതെ മാറി നിൽക്കുന്ന തന്ത്രപരമായ നിലപാട്. അതിന് ഏത് സംസ്ഥാനം നയിക്കുന്ന 2 പ്രധാന രാഷ്ട്രീയ പാർട്ടികളാണ്. അവരൊക്കെ ഈ വോട്ട് പോകുമോ അല്ലെങ്കിൽ വരുമോ എന്നുള്ള ഭയത്താൽ അഭിപ്രായം പോലും പറയാതെ മാറി നിൽക്കുന്ന അവസ്ഥ എന്താണ് കാരണം? നമസ്കാരം. അല്ല, വോട്ടിന് വേണ്ടിയിട്ടാണല്ലോ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നത് പ്രധാനമായിട്ടും. അപ്പൊ അതുകൊണ്ട് അവരാ വോട്ടിനെയും ഭയപ്പെടും. അത് ഏത് പാർട്ടിയാണെങ്കിലും സ്വാഭാവികമാണ്. പക്ഷെ അവരാരും സമ്മതിക്കുന്നില്ല. പ്രത്യേകിച്ച് താങ്കളുടെ പാർട്ടി ഒരിക്കലും വോട്ടിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് സമ്മതിക്കുന്ന പാർട്ടിയല്ല. നമ്മളിപ്പോ ഏതെങ്കിലും പാർട്ടിയെ പറ്റി പറയല്ലേ, പൊതുവെയുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പറഞ്ഞോളൂ. പക്ഷേ ഇതിനകത്തെ കാര്യം, ഈ മലപ്പുറം ജില്ല എന്ന് പറയുന്നത് 45 ലക്ഷം ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിയതാണ്. ഈ ഓരോ ജില്ലയ്ക്കും അതാത് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഉണ്ട്. ഞാനിപ്പോ പഠിച്ചപ്പോ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഏറ്റവും കൂടിയത് മലപ്പുറം ജില്ലയ്ക്കാണ്. 3.4 മറ്റോ വരുന്നുണ്ട്. ഞങ്ങളുടെ ജില്ല കോട്ടയം ജില്ലയ്ക്ക് 1.2 ഉള്ളൂ. അതെന്തുകൊണ്ടായി മലപ്പുറം ജില്ലയ്ക്ക് ഇത്രയും ഗ്രോത്ത് റേറ്റ്? അതിനൊരു കാരണം വേണ്ടേ? അവിടുത്തെ ഈ പിന്നെ പോപ്പുലേഷൻ ഇങ്ങനെ വളരാനുള്ള കാരണത്തിന് മതവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ രീതിയിൽ ഈ കാര്യം പരിശോധിച്ചിട്ടുണ്ടോ? അതും പരിശോധിക്കപ്പെടേണ്ട കാര്യമല്ലേ. കാരണം ഏതെങ്കിലും ഒരു ജനവിഭാഗം മാത്രം മറ്റുള്ളവരെ മറ്റുള്ളവരുടെ ഇതിൽ വളരുക എന്ന് പറയുന്നതും തീർച്ചയായിട്ടും അത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് കാണേണ്ട ഒരു പൊതുവായ സാമൂഹിക വിഷയമാണ്.
ആ ഒരു വിഷയം ചർച്ച ചെയ്യാനായിട്ട് ഇപ്പൊ ഇവിടെ വിളിച്ച ആൾക്കാരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എല്ലാവർക്കും അതൊക്കെ പറയാൻ പേടിയാന്ന് തോന്നുന്നു. ഇപ്പൊ നോക്കൂ, ഇപ്പോഴത്തെ ഡെമോഗ്രാഫിക് സ്റ്റഡി അനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴത്തെ കേരളത്തിലെ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ഗ്രോത്ത് റേറ്റ് ഉള്ളത്. പക്ഷെ ആ ഗ്രോത്ത് റേറ്റിലല്ല മലപ്പുറം പോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും വരാൻ പോകുന്ന നാളുകൾ എന്ന് പറഞ്ഞാല് ഏതാണ്ട് 2041 ശേഷം കേരളത്തിലെ പോപ്പുലേഷൻ താഴേക്ക് പോകുന്നതാണ് സ്റ്റഡി പറയുന്നത്. 2041 വരെ ഇത് ഗ്രോത്ത് ഉണ്ടാവും, ചെറിയ റേറ്റിലായിരിക്കും ഗ്രോത്ത് ഉണ്ടാവുക. 2041 ശേഷം ഗ്രോത്ത് റേറ്റ് താഴേക്ക് വരും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ വിഭജിക്കുന്ന ജില്ലയുടെ ആവശ്യം പിന്നെ വരുമോ? അതായത് ഇനി ഒരു 15 കൊല്ലത്തെ കാര്യമേ ഉള്ളൂ. ആ 15 കൊല്ലം കഴിയുമ്പോൾ ഗ്രോത്ത് റേറ്റ് താഴാനാണ് സ്റ്റഡി പറയുന്നതെങ്കിൽ പിന്നെ ഇതൊന്നും വിഭജിക്കേണ്ട ആവശ്യമില്ലല്ലോ. കുറെ നാൾ കഴിയുമ്പോഴേക്കും നൂറ്റാണ്ടിന്റെ അവസാനം ആകുമ്പോഴേക്കും കേരളത്തിലെ ജനസംഖ്യ 3 കോടിയിൽ താഴെ വരുമെന്നാണ് ഞാൻ പഠിച്ച ആ സ്റ്റഡിയൊക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി കൂടുതൽ വിഭജനത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. മലപ്പുറത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് ഇപ്പൊ താൽക്കാലികമായിട്ട് ആവശ്യമുണ്ടെങ്കിൽ ആശുപത്രിയോ അതുപോലുള്ള കാര്യങ്ങളോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് സ്ഥാപിക്കുക എന്നുള്ളതല്ലാതെ ഇനി കൂടുതൽ ജില്ലയുണ്ടാക്കി കൂടുതൽ ചെലവുണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഈ പലരും പറയാൻ മടിക്കുന്ന അത്തരം ചില വിഷയങ്ങൾ കൂടിയുണ്ട്. ഏത് മതമായാലും പൊതു രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അതിനെടുക്കേണ്ട നിലപാടിനപ്പുറം ഉള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ അഭിപ്രായം പറയാതിരിക്കുന്നതിനൊക്കെ കാരണം അത് തന്നെയാണ്. പലപ്പോഴും അവർ വോട്ടിനെ ഭയപ്പെടുന്നു എന്നത് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചത്. അത്തരത്തിലും ചർച്ചകൾ ശാസ്ത്രീയമായി തന്നെ വേണം ഏത് ചർച്ചകളും മുന്നോട്ട് പോകാൻ. ശ്രീരാമൻകുട്ടിയാണ് പാലക്കാട് നിന്ന്. ശ്രീരാമൻകുട്ടി, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന ആവശ്യത്തെ. നമസ്തേ, പറഞ്ഞോ. അതായത് മതം നോക്കിയാണോ സാർ ഒരു ജില്ല വിഭജിക്കേണ്ടത്? മതം നോക്കി വിഭജിച്ചാൽ അത് ബുദ്ധിമുട്ടാകും സാർ. മാത്രമല്ല, ഒരു ജില്ല വിഭജിക്കണമെങ്കിൽ സാമ്പത്തികം, സിവിൽ സ്റ്റേഷൻ വേണ്ടേ, ST ഓഫീസ് വേണ്ടേ, അങ്ങനെ ഒരു ജില്ലയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും പുതിയ ജില്ലയ്ക്കും വേണം. അല്ലെങ്കിൽ ഇപ്പോ പരിതാപകരമാണ് സാമ്പത്തികം ഞെരുക്കം എന്ന് പറയുന്നു. അതിനോട് എനിക്ക് യോജിപ്പില്ല. ശരി, ഓക്കെ. ശ്രീ വൈശാഖനാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ വൈശാഖൻ, താങ്കൾ ഈ വിഷയത്തിൽ എന്താണ് പറയുന്നത്? ശ്രീ വൈശാഖൻ പറഞ്ഞോളൂ. ശ്രീ ശശിയാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ ശശി, ഈ മലപ്പുറം ജില്ല വിഭജിക്കണമെന്നുള്ള ആവശ്യത്തോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അത് വികസിപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവസാനം ആവശ്യപ്പെടും അതത് സ്റ്റേറ്റ് ആക്കി കിട്ടണമെന്ന്. കേരളത്തിനകത്ത് മറ്റൊരു മലപ്പുറം സ്റ്റേറ്റ് ആവും. അങ്ങനെ ഒരു ആവശ്യം ആരെങ്കിലും ഇതുവരെ ഉന്നയിച്ചിട്ടുണ്ടോ? അത് വരും. അതെങ്ങനെയാണ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി അങ്ങനെ അവരാരെങ്കിലും മലപ്പുറം ഒരു പ്രത്യേക സംസ്ഥാനമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? മുസ്ലിം ഭൂരിപക്ഷം പറ്റില്ലേ? അപ്പൊ ഈ താങ്കൾ താമസിക്കുന്ന കൊല്ലം ജില്ലയിൽ ഹിന്ദു ഭൂരിപക്ഷമില്ലേ? അപ്പോൾ അങ്ങനെ താങ്കൾക്ക് അവിടെ ഒരു വേറെ സ്റ്റേറ്റ് ആക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ആരും ആവശ്യപ്പെട്ടിട്ട് അതേക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അപ്പൊ പിന്നെ മലപ്പുറത്തുകാർ മാത്രം ചിന്തിക്കുമെന്ന് താങ്കൾ എന്താണ് കണക്കാക്കുന്ന കാര്യം? മലപ്പുറത്തുകാരുടെ ജനങ്ങളുടെ രീതി അങ്ങനെയാണ്. അതെങ്ങനെയാണ്? എന്താണ് താങ്കളുടെ തെളിവ്? എന്താണ് ആ തെളിവ് പറഞ്ഞാൽ ശരിയാവത്തില്ല സാർ. തെളിവ് പറയാൻ ശരിയാകത്തില്ലെങ്കിൽ പിന്നെ താങ്കൾക്ക് പെട്ടെന്ന് തോന്നിയൊരു അഭിപ്രായം പറഞ്ഞാൽ മതിയോ? അല്ല, ഈ ഒരു അഭിപ്രായം ഇവിടെ താങ്കൾ കൊല്ലം ജില്ലയിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമായ കുഴപ്പമൊന്നുമില്ലെന്ന് താങ്കൾ തന്നെ പറയുന്നത്. എങ്കിൽ മലപ്പുറത്ത് മുസ്ലിം ഭൂരിപക്ഷം കൂടുതലായാലും എന്താ കുഴപ്പം? അവിടെ അതാ പറഞ്ഞ മറ്റൊരു സ്റ്റേറ്റ് ആവശ്യപ്പെടും. അല്ല, അത് കൊല്ലം ജില്ലയിലെ വേറെ ഏതെങ്കിലും രാവിലെ ആവശ്യപ്പെട്ടോ? ഇല്ലല്ലോ. മലപ്പുറം ജില്ലയിൽ ഇതുവരെ ഏതെങ്കിലും നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് തമ്മിൽ എന്താണ് വ്യത്യാസം? മലപ്പുറത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അത് പുറത്ത് വന്നിട്ടില്ല. അത് ആരാവശ്യപ്പെട്ട്? മലപ്പുറത്ത് അത് അവിടുത്തെ രാഷ്ട്രീയക്കാർ തന്നെ. ഏത് രാഷ്ട്രീയക്കാർ പറയും? നമുക്ക് രാഷ്ട്രീയക്കാർ അറിയാൻ വയ്യാത്ത ആരുമല്ലല്ലോ. അത് പറഞ്ഞുകൂടാ സാർ. അതെന്താ പറഞ്ഞുകൂടാ? താങ്കൾ അങ്ങനെ ഒരു ഈ കേരളത്തിനകത്ത് ഒരു വിഘടനവാദം നടക്കുന്നെങ്കിൽ അത് പുറത്തു കൊണ്ടുവരികയല്ലേ വേണ്ടത്? അത് താങ്കൾ ഈ ന്യൂസ് എയ്റ്റിനോട് തന്നെ പുറത്ത് കൊണ്ടുവന്നോളൂ. താങ്കൾക്ക് അറിയാമെങ്കിൽ പറഞ്ഞോളൂ. അത് രഹസ്യമൊക്കെ വെക്കുന്നത് ഇവിടെ അപകടമായ രേഖയാണ്. എന്ത് രേഖ? പണ്ട് ഇതേക്കുറിച്ച് സംസാരിച്ചതിന് ആക്രമിച്ച ആളുകളുണ്ട്. അതുകൊണ്ട് അതേക്കുറിച്ച് കേരളത്തിൽ എന്തായാലും അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആരും ആക്രമിക്കത്തൊന്നുമില്ല. താങ്കൾക്ക് അങ്ങനെ പറയുന്നതിനകത്ത് വ്യാജരേഖയല്ല. താങ്കൾ ഈ പറഞ്ഞെല്ലാം വ്യാജമല്ലെങ്കിൽ താങ്കൾക്ക് ധൈര്യമായി പറയാം. എന്തായാലും എന്റെ അഭിപ്രായം പറഞ്ഞല്ലോ. ഇതെന്ത് അഭിപ്രായമാണ്? ഇത് അഭിപ്രായമല്ല, ഇത് വർഗീയതയല്ലേ? താങ്കൾക്കുള്ള മുസ്ലിം വിരോധം താങ്കൾ പറഞ്ഞു. അതിനപ്പുറത്തേക്ക് എന്താണ് അതിൽ എന്താ അഭിപ്രായം? ഇതിനകത്ത് സാർ, ഞാൻ ഇനി അങ്ങോട്ടൊന്നും സംസാരിക്കാൻ ഒക്കത്തില്ല. അതാണ് ഇത്. അങ്ങനെ ഒരു വിഷയമാണ്. അങ്ങനെ ഒരു വിഷയവുമില്ല. താങ്കൾ മനസ്സിലാക്കി വെച്ചേക്കുന്നതിലെ തെറ്റേ ഉള്ളൂ. കണ്ണ് തുറന്ന് കാണുക, കണ്ണ് തുറന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. അതുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കും.
അല്ലാതെ ഏതെങ്കിലും ഒരു മതക്കാരെ വിരോധം വെച്ച് നിന്നാൽ താങ്കൾക്ക് ഇങ്ങനെയൊക്കെ തോന്നും, പറയാൻ പറ്റില്ല എന്ന് തോന്നും. കേരളത്തിൽ അങ്ങനത്തെ ഒരു അവസ്ഥയുമില്ല. കേരളത്തിൽ ആരും പ്രത്യേക സംസ്ഥാനം വേണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടുമില്ല. ഇത് ചില വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വരുന്ന പ്രചരണങ്ങളാണ്. അത് വിശ്വസിച്ചാൽ താങ്കൾക്ക് അങ്ങനെയൊക്കെ തോന്നും. സാറിന്റെ മനസ്സിൽ ഇതിരിക്കട്ടെ. എന്റെ മനസ്സിൽ ഇതൊന്നും ഇരിക്കട്ടെ. എനിക്കിതൊക്കെ കേട്ടാൽ മനസ്സിലാവും ശ്രീ ശശി. എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ കൃത്യമായി മനസ്സിലാവും താങ്കളുടെ മനസ്സിൽ എന്താണെന്ന്. ഇത് പിന്നാലെ വരും. ഒരു പിന്നാലെയും വരില്ല. താങ്കളെ ഇത് പഠിപ്പിച്ച ആളുകളോട് തന്നെ താങ്കൾ തിരിച്ചു ചോദിക്കൂ. അതായിരിക്കും നല്ലത്. ഇതിപ്പോ വെയിറ്റിംഗ് ലിസ്റ്റ് ഒരുപാട് പേരുണ്ട് സാർ. അവരുടെ അഭിപ്രായങ്ങളൊക്കെ കേള്. ശരി, ഓക്കെ. ശ്രീ വർഗീസ് ആണ് എറണാകുളത്ത് നിന്നും. ശ്രീ വർഗീസ്, താങ്കൾ എങ്ങനെയാണ് ഈ മലപ്പുറം വിഭജനം എന്നുള്ള ആവശ്യത്തെ കാണുന്നത്? ഞാൻ കാണുന്നത് ആദ്യം തന്നെ ഒരു കാര്യം വരട്ടെ. ഞാൻ എന്നും പെരുമ്പാവൂരിൽ അറിയപ്പെടാം. ഇന്ന് എന്നോട് ചോദിച്ചു ഏത് ജില്ലയിൽക്കാരനാന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് എറണാകുളം പറഞ്ഞു വിട്ടു. ഞാനും പറയരുത്. അല്ല, നമ്മളെ ജില്ല ഇന്നിപ്പോ ജില്ലാ വിഭജനം ചർച്ച ആയതുകൊണ്ട് അങ്ങനെ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല. ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചോ. പെരുമ്പാവൂർ പറഞ്ഞപ്പോ ഏത് ജില്ലയാണെന്ന് ചോദിച്ചു. അപ്പൊ ജില്ല പറഞ്ഞായിരുന്നു പറഞ്ഞു. അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. ഞാൻ മാറ്റി പറഞ്ഞതല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ചോദിച്ചാണ് ശ്രീ വർഗീസ്, അല്ലാതെ നീ വേറെ ആൾക്കാർ ഞാൻ മാറ്റി പറഞ്ഞു എന്ന് പറയും ചിലപ്പോ. ഇല്ല, പറഞ്ഞോളൂ. ഇതിൽ അഭിപ്രായം പറഞ്ഞോളൂ. ഇനി ആയിക്കോട്ടെ. ഞാൻ പറയാം, മലപ്പുറം ജില്ല വിഭജിക്കുന്നതിനോട് എനിക്ക് എതിർപ്പാണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ വലിയ ജില്ലകളിൽ ഒന്നാണ് പാലക്കാട് ജില്ല. വിസ്തീർണം കൊണ്ട്, ജനസംഖ്യ അല്ല, വിസ്തീർണം. ഇടുക്കി ജില്ലയ്ക്ക് 5 അസംബ്ലി മണ്ഡലം ഉള്ളെങ്കിലും വിസ്തീർണം ഞാൻ പറയാം, ഉപ്പ എന്ന ഭാഗത്ത് നിന്ന് തൊടുപുഴ ഇടുക്കിയുടെ അറ്റായ തൊടുപുഴ വന്നെങ്കിൽ എത്ര മണിക്കൂർ സഞ്ചരിക്കണം പറയാമോ? അപ്പോ ഈ വിഭജിക്കുക എന്ന് പറഞ്ഞപ്പോ മൂവാറ്റുപുഴ ഉപജില്ല തൊടുപുഴ ഉൾപ്പെടുത്തി അവിടെ കാണുന്ന പറഞ്ഞൊരു വർഷങ്ങളായി. അപ്പൊ ഇവിടെ പ്രശ്നം എന്താണ്? എല്ലാ ജില്ലയിലും ജനസംഖ്യ കുറഞ്ഞ് വരുന്നു. മലപ്പുറത്ത് മാത്രം കൂടുന്നു. ഇപ്പൊ മലപ്പുറം 45 ലക്ഷം പറഞ്ഞു. 22 ലക്ഷം കൊടുത്ത് 2 ജില്ല ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 22 ലക്ഷം ഒരു 10 കൊല്ലം കഴിയുമ്പോഴേക്കും വരുന്നു. ആ ജനസംഖ്യ അവിടെ വീണ്ടും വർദ്ധിക്കും. പിന്നെ വിഭജിക്കാൻ പറ്റുമോ? അപ്പൊ പ്രശ്നം അവിടെ ബോധവൽക്കരണമാണ് വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. അതല്ലാതെ മറ്റുള്ള ജില്ലകളിലൊക്കെ വീടുകളിൽ ആളില്ല, വീടുള്ളൂ. ഒരു വീട്ടിലും ആളില്ല, ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഒരു മലപ്പുറത്ത് ഒരു കുറച്ച് കൊച്ചു പയ്യനെ കണ്ടപ്പോ ചോദിച്ചപ്പോ ആ കൊച്ചിന് പറഞ്ഞു എനിക്ക് പള്ളുരുത്തിയിൽ നിന്നും താങ്കൾ വേഗത്തിൽ അഭിപ്രായം പറയണമെന്ന് അഭ്യർത്ഥിക്കും. നമ്മുടെ സമയം കഴിയാൻ പോകുന്നു, അതുകൊണ്ടാണ് താങ്കൾക്ക് പറയാം. ഞാൻ ആ ജില്ലയിൽ പല സെയിൽസിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള അതിന്റെ എല്ലാ ഭാഗത്തും, കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലും. അവരുടെ എയർപോർട്ട്, കോഴിക്കോട് എയർപോർട്ട് എന്ന് പറഞ്ഞാലും അത് കിടക്കുന്ന മലപ്പുറം ജില്ലയിലാണ്. യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാലൊന്ന് അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ട സ്ഥലമൊന്നും കോഴിക്കോടിലില്ല. അല്ലാതെ അതിന് വലിയ തീവ്രതയൊന്നും വരുത്തി ഭയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം ഇതിനേക്കാളും തീവ്രവാദികളെ പിടിച്ചിരുന്ന കണ്ണൂരിലല്ലേ, ഈ തടിയന്റെ വിട നസീറൊക്കെ. അതുകൊണ്ട് അതങ്ങനത്തെ കാര്യത്തിലൊന്നും എനിക്ക് വലിയ അഭിപ്രായമില്ല. അങ്ങനെ അവിടെ ഉള്ളവരെ മുഴുവൻ കരുതേച്ച് കാണിക്കുന്ന കൂട്ടി വർത്തമാനം പറയുന്നതില്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടാകുകയാണെങ്കിൽ അതിന്റെ കുറെ വശങ്ങൾ കോഴിക്കോടിനോട് അറ്റാച്ച് ചെയ്യുക. അവർക്ക് സ്ഥലങ്ങൾ കുറവുണ്ട്. പക്ഷെ കോഴിക്കോട് ഇപ്പൊ കിനാലൂരും മറ്റേതെന്താണ് IT പാർക്ക് ഇതൊക്കെ വരുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും. അവർക്കുണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടേ പറ്റുമോ? അത് പിന്നെ എല്ലാ സ്ഥലത്തും ഗൾഫിന്റെ വ്യക്തമാണ്. എന്തായാലും മലപ്പുറം ജില്ല വിഭജിക്കുക എന്നുള്ള വിഷയത്തിലാണ് നമ്മൾ ചർച്ച നടത്തിയത്. അതിനെ അനുകൂലിച്ചും എതിർത്തും ഒക്കെ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായി. പലതരത്തിൽ എങ്ങനെ വിഭജിക്കുക, അതിനെ തന്നെ 2ആയി വിഭജിക്കണോ അതോ സമീപ ജില്ലകളിലൂടെ കൂട്ടിച്ചേർത്ത് വിഭജിക്കുകയല്ലേ വേണ്ടത്? ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭരണ സൗകര്യം നോക്കി, ജനങ്ങൾക്ക് വിഭവങ്ങളുടെ വിതരണം നോക്കി വേണം ഈ ജില്ലകൾ വിഭജിക്കേണ്ടത് എന്നുള്ള അഭിപ്രായം പ്രകടിപ്പിച്ചവരുണ്ട്. ഇങ്ങനെയൊന്നും അല്ല, ഇതൊരു രാഷ്ട്രീയമായതാണ്, മതപരമായ വിഷയമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അത് വിഭജിക്കരുത് എന്നുള്ള മട്ടിലൊക്കെ അഭിപ്രായം പറഞ്ഞ ആളുകളും ഒക്കെയുണ്ട്. പല ആളുകൾക്കും പലതരത്തിലാണ് ഒരു വിഷയത്തെ സമീപിക്കുന്നത്. എന്തായാലും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പോലും അഭിപ്രായം പറയാതെ മാറി നിൽക്കുന്ന സമയത്ത് ഗൗരവമായി അഭിപ്രായം ചൂണ്ടിക്കാണിച്ച ആളുകളുണ്ട്. ജനസംഖ്യ വർദ്ധിക്കുന്നെങ്കിൽ അത് എന്തുകൊണ്ടാണ്, അതിന് മതപരമായ കാരണമുണ്ടെങ്കിൽ അതടക്കം പരിശോധിക്കണം എന്നതടക്കം പറയുന്ന ജനങ്ങൾ എന്തായാലും ഈ നാട്ടിലുണ്ട് എന്നുള്ളത് എന്തുകൊണ്ടും പോസിറ്റീവായ ഒന്ന് തന്നെയാണ്. രാഷ്ട്രീയ പാർട്ടികൾ പലരും വോട്ട് പേടിച്ച് മൗനം പാലിക്കുമ്പോഴാണ് ജനങ്ങൾ അത്തരം കാര്യങ്ങളടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. പലരും പക്ഷേ വർഗീയമായി ചിന്തിക്കുകയും അത്തരത്തിൽ അഭിപ്രായം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത്തരത്തിലുള്ള മനുഷ്യർ ഇനിയെങ്കിലും പുനർവിചിന്തനത്തിന് തയ്യാറാവണം എന്ന അഭ്യർത്ഥനയോടുകൂടി എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റു വിഷയവുമായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.